ഒരു വിഷ് കേട്ടു. വളരെ സന്തോഷം. ഈ ഒരു കൂട്ടായ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോട്ടോർ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവരെയും ഒരിക്കലും സ്വാഗതം ചെയ്യണം. ഇനി ഒരു സൂം പ്രോഗ്രാമിൽ അവസരം തന്ന മനോജ് സാറിനോടും അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരോടും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഏതൊരു പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ആരംഭിക്കണം. കാരണം നമ്മളൊരു പ്രകൃതി ശക്തിയുള്ള ഒരു എനർജിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്ത് പുറമേരിയാണ് സ്വദേശം. ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു കൺസെപ്റ്റില് എത്തിയിട്ടുണ്ട്. വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് ഇന്ന് ഫുൾ ടൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്റെ ഈ ബയോട്ടോറിയം എന്ന കമ്പനി പരിചയപ്പെടുത്തി എന്റെ ഗ്രേറ്റ് ലീഡർ ചന്ദ്രമാഷാണ്. ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ മാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതാണ്, ശരീരത്തിന് ഒക്കെ നല്ലതാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സമയത്താണ് ഇങ്ങനെയൊന്ന് പറഞ്ഞത്. തീർത്തും വിശ്വസിച്ചില്ല. ഒരു 3-4 മാസം ഞാൻ അതിനെ സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ചു. എനിക്ക് കിട്ടിയ റിസൾട്ടും എൻ്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടുമാണ് ഈ ബയോട്ടോർ എന്ന കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു കമ്പനിയെ പറ്റി പലർക്കും ഒരു ധാരണ ഇപ്പോഴും ഇല്ല. ലോകം മുഴുവൻ എത്തിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ബയോട്ടോർ എന്ന കമ്പനിയിൽ നമുക്ക് വിജയിക്കാം, എന്തുകൊണ്ട് ഈ ബയോട്ടോർ സെലക്ട് ചെയ്തു. ഇന്ത്യ വലിയൊരു വിഷനുള്ള ഒരു കമ്പനിയാണ്. ഒരു ഇന്ത്യൻ ജനതയെ സാമ്പത്തികമായും അതുപോലെ തന്നെ വെൽത്തിയായി ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ കഴിയുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ലോകത്ത് രക്തമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ഇത് കടന്നു വന്നതെന്നുള്ളതാണ്. സാധാരണക്കാരന് കൊടുക്കുന്ന രീതിയിലേക്ക് ആദ്യകാലങ്ങളിൽ VIP മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് അതിന്റെ സൗത്തും നോർത്തും ഒരു ബെഡിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് അവരുടെ ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടി ഇറക്കി എന്നുള്ളതാണ് നമ്മുടെ സാഗർ ജോഷി സാർ ചെയ്ത ഒരു കാര്യം എന്നുള്ളത്. ഇത് നമുക്ക് പല കമ്പനികളും ഇതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പലർക്കും നിയോഡൈമിയ ആണ് അല്ലെങ്കിൽ ഹോസ് പവർ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പല കമ്പനികളും വരുന്നുണ്ടെങ്കിലും ഇന്ന് ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് എന്നുള്ള ഈ ബയോട്ടോർ തന്നെയാണ്. പലപ്പോഴും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്റർവ്യൂ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബയോട്ടോർ എന്ന് തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഇപ്പോഴും പലരും തയ്യാറായിട്ടില്ല എന്നാണ്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതിന്റെ റിസൾട്ട് കിട്ടി, അത് നല്ലതാണെന്നാണ് പലപ്പോഴും പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് എന്ന് പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പലരും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇനി പറയുമ്പോൾ ഈ ബയോട്ടോറിയം എന്ന് തന്നെ പറയണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവരും പറയുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, അതിന്റെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും ഒക്കെ പ്രൊഡക്റ്റ് കൊടുത്തു. അതിനുശേഷം അല്ലെങ്കിൽ ഈ ബയോട്ടോറിയം കൊടുത്തു. അതിനുശേഷം ഞാനും പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ബയോട്ടോറിയം കൊടുത്തതിന് ശേഷം നമ്മൾ ശീലിച്ചു പോയ രീതി ഉണ്ടല്ലോ, അത് മാറ്റിപ്പിടിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് കൊടുത്തപ്പോ കിട്ടിയ റിസൾട്ട്, ഈ ബയോട്ടോറിയത്തിന്റെ റിസൾട്ടാണ് നമ്മളെ ഈ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷെ പലരും അടുത്ത ബന്ധുക്കൾക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് സെയിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സെയിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു? അത് ഒരു ലീഡർഷിപ്പിലേക്ക് പലരും വരുന്നില്ല എന്നുള്ളതാണ്.
ഒരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ മാത്രമേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ പല കാര്യങ്ങളും ഒരു മാറ്റിപ്പിടിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. നമ്മൾ ഇതുവരെ തുടർന്ന രീതിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയാൽ മാത്രമേ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുള്ളൂ. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പലരും സാധാരണക്കാരായി വന്ന് അതേ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഒരു നല്ലൊരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു പർപ്പസ് നമ്മുടെ ലൈഫിൽ വേണം. അത് ഒരു ചാരിറ്റി പർപ്പസ് ആണെങ്കിലും അത് വലിയ കൺസെപ്റ്റ് ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു ഫാമിലി ബോണസ് കിട്ടുവാന്നല്ല അപ്പുറത്തേക്ക് വലിയ ചിന്തകളൊന്നും നമ്മൾക്കില്ല. വലിയ വലിയ വിഷന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിന് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ലൊരു ചിന്താഗതി നമ്മൾ വളർത്തിയെടുക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഹുസൈൻ ബോൾട്ടും ഇവിടെ ഒരു ഉദാഹരണമായി ചാക്കോ സാറും ഓടിയാൽ ആരാണ് ജയിക്കുക എന്നുള്ളത്. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ് ഹുസൈൻ ബോൾട്ടേ ജയിക്കും. പക്ഷെ ഓട്ട മത്സരത്തിനിടയിൽ ചാക്കോ സാറെ പിന്നില് ഒരു പുലി ഓടുകയാണെങ്കിൽ ചാക്കോ സാറേ ജയിക്കൂ. കാരണം അവിടെ ജീവൻ മരണ പോരാട്ടമാണ്, ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അപ്പോ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു ചാക്കോ സാർ. അപ്പോ അതുപോലുള്ള ഒരു പർപ്പസ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിലും അത് വലിയ വലിയ കൺസെപ്റ്റ്, നമുക്ക് നമ്മുടെ കുടുംബത്തിനെ രക്ഷിക്കേണ്ടത്, അതുപോലെ നമ്മുടെ ഗ്രാമത്തിനെ രക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് നമ്മൾ എടുത്ത് നമ്മളൊരു സ്വപ്നത്തെ ഒന്ന് വിശാലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ലീഡർഷിപ്പിലേക്ക് വരാനും അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ 2-3 സെയിൽ കൊണ്ട് നമ്മളെ ഈ ബയോട്ടോറിയത്തിലെ പ്രയാണം അവസാനിക്കും. അങ്ങനെ പോരാ. ഈ ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും വിജയിക്കണം എന്നുള്ള വലിയ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം മാത്രം പോരാ, അത് നേടിയെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോട് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ വലിയ വിജയങ്ങളിലേക്ക് എത്തൂ. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഒരിക്കലും ഫ്ലൈറ്റിലൊന്നും കയറാത്ത ആൾക്കാരെ നമുക്ക് തായ്ലൻഡ് എത്തിക്കണം. വലിയൊരു നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നമുക്ക് ഒരു ബസ്സിൽ ആള് തായ്ലൻഡിലേക്ക് എത്തിക്കും എന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എന്തായാലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകളുടെ എടുത്ത് വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെയാണ് ലീഡർഷിപ്പിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ പറ്റി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പൊറമേനി സ്വദേശി, വടകരക്കടുത്ത് പൊറമേനി സ്വദേശിയായ മിനി സാറ് ഞാൻ ഈ ഒരു സൂം പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എങ്ങനെ നമുക്കൊരു ലീഡർഷിപ്പിലേക്ക് എത്താം? Mini sir, please come. Thank you, sir. Good morning, all. Sound okay, na? Bata sir. Okay, clear. Okay. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആദ്യം തന്നെ നേർന്നുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും ലീഡേഴ്സ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാം ആഗ്രഹിക്കുന്നവരാണ്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഒരു ടീമിന്റെ ലീഡർ ആവണം നമ്മൾ ആദ്യം, അല്ലെ? മനസ്സുകൊണ്ട് ഒരുങ്ങിയ ആളുകളാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇല്ലാത്ത ആളുകളൊന്നും ഇത്ര എഫേർട്ട് ഇടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പിനെ കുറിച്ച് നിങ്ങളെ ഉപദേശിക്കാനോ ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തരാനോ ഞാൻ ആളല്ല. കാരണം ഞാൻ ലീഡർഷിപ്പിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോ 2 കാര്യങ്ങളാണുള്ളത്. പല മേഖലകളിൽ നിന്ന് വന്ന ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായ ബോധ്യവും ധാരണയും ഒക്കെ ഉണ്ട്. കാരണം പല മേഖലകളിലും വിജയിച്ച് ലൈഫൊക്കെ വെൽ സെറ്റിൽഡ് ആയതിനു ശേഷം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എടുത്ത് എൻജോയ് ചെയ്യുന്ന ആളുകളും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു മേഖലയിൽ ലീഡറായിരുന്നു. അവരുടേതായ മേഖലയിൽ എല്ലാവരും ലീഡറാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ലീഡർഷിപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിന്റെ മുന്നേ ഇതിൽ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ
പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനിയും കൂടുതൽ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഒരു സന്തോഷമായിരിക്കും ആളുകളെ കാണുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഓണാക്കാൻ സാധിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അല്ലെ? എന്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓണാക്കാതിരിക്കുവാണ്. ഓണാക്കാതിരിക്കുന്നതിന് പറയാൻ കുറെ ന്യായങ്ങൾ ഉണ്ടാവും, നൂറുകണക്കിന് ആയിരക്കണക്കിന് ന്യായങ്ങൾ നമുക്കിത് ഈ വീഡിയോ ഓണാക്കാതിരിക്കാൻ പറയാനുണ്ടാവും. പക്ഷെ ഓണാക്കാൻ ഒരു ഒറ്റ കാരണം ഉണ്ടാവും, അത് മൈൻഡിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകണമെന്നതാണ്. സിമ്പിളാണ്. ഇതിൽ വന്നു കഴിഞ്ഞ് ഇത്രയും കാലം നമ്മൾ പല മേഖലകളിലും നമ്മളെക്കാട്ടും കഴിവും കപ്പാസിറ്റി കുറഞ്ഞ ആളുകൾ മാനേജറായി വന്ന പല ഓഫീസുകളിലും വർക്ക് ചെയ്ത, പല മേഖലകളിലും വർക്ക് ചെയ്ത ആളുകൾക്ക് എക്സ്പീരിയൻസ് തന്നെ മുന്നിലുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കഴിവും കപ്പാസിറ്റിയും പുറത്തേക്ക് എടുത്തിട്ടില്ലായിരുന്നതാണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. ഓണായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഞാനൊരു ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ആവശ്യമുള്ള ആളുകൾക്ക് നോട്ട് ചെയ്യാം. കാരണം ലീഡേഴ്സായ നിങ്ങൾ ഇത് കേൾക്കുക എന്നുള്ളതല്ല, ഇത് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും കൂടി നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ ലീഡേഴ്സിനൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അത് എന്താന്നുള്ളത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാം. ഒന്ന്, നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് വിശ്വസിക്കണം. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അയാൾക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ. വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. മനോജ് സാർ എല്ലാ 6 മണിക്കും അദ്ദേഹത്തിന്റെ കേരളത്തിൽ മുഴുവനുള്ള ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗം കൂടിയാണ് രാവിലെ 6 മണിക്കുള്ള സൂം. ഇതിലൊരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തമുള്ള എല്ലാ ആളുകളെടുത്തും ആ ഒരു ഇൻഫർമേഷൻ എത്തും അല്ലെ? ഇപ്പൊ തന്നെ ഈ 2 ദിവസമായിട്ട് പ്രൊമോ കോഡ് വന്നു. അത് പ്രൊമോ കോഡ് എടുക്കുന്ന സമയത്ത് കുറെ എററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോട് കൂടി അത് കംപ്ലീറ്റ് ആയി. അത് എറർ ഉണ്ട് എന്നുള്ള കാര്യം വാട്സപ്പ് ഗ്രൂപ്പിലോ മനോജ് സാർ ഷെയർ ചെയ്യും അല്ലെ? അത് കേൾക്കുന്ന നമ്മൾ നമ്മുടെ ടീമിനോട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വഭാവം ഇന്ന് മാറണം. 2, ഒരു പുതിയൊരു അപ്ഡേഷൻ കൂടി പറഞ്ഞുതരാം. രാവിലെ 6 മണിക്ക് ഒരു പുതിയൊരു കാര്യം കേൾക്കുന്ന നല്ലതാണ്. എനിക്ക് പുതിയതായിരുന്നു, നിങ്ങൾക്ക് പുതിയതാണെന്ന് അറിയില്ല. നമ്മളെപ്പോഴും ചോദിക്കുക അടുത്ത പേ ഔട്ട് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിക്കും അല്ലെ? ലീഡേഴ്സിനെ വിളിച്ച് ചോദിക്കാറുണ്ട് പലരും. ഇനി മുതൽ നമ്മൾ ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. അവനവന്റെ ID ഓപ്പൺ ചെയ്ത് ഈ KYC അപ്രൂവ്ഡ് എന്ന് കാണുന്ന ആ ഒരു സ്ഥലത്ത് തൊട്ട് മുകളിൽ യുവർ നെക്സ്റ്റ് പേ ഔട്ട് ഡേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതിയാണ് ഇന്നലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയ നെക്സ്റ്റ് പേ ഔട്ട് ഡേറ്റ്. അത് ഇന്നല്ലേ? അപ്പോ 16-ാം തീയതി എന്ന് പറയുമ്പോൾ 15-ാം തീയതി സെയിൽ വെച്ചാലും കിട്ടും. ചിലപ്പോൾ മനോജ് സാർ അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ട്, നമുക്ക് ടീമിൽ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അടുത്ത പേ ഔട്ട് ഡേറ്റ് അപ്പം നോക്കിയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇനി അത് ചെയ്യരുത് എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. കാരണം 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം എന്തായാലും പേയ്മെന്റ് വരും എന്നറിയാം. ചില സ്ഥലങ്ങളിൽ നമ്മളെ കയ്യിൽ സെയിൽ ഉണ്ടെങ്കിൽ ഇന്ന് വെച്ച നാളെയും പേ ഔട്ട് കിട്ടും. അപ്പോൾ പേ ഔട്ട് ഡേറ്റ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നതല്ല. കമ്മ്യൂണിക്കേഷൻ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ടീമിലേക്ക്. ടീമെന്ന് പലരും എന്താ പറയാ, ഒരു സാധാരണ ഒരു മറ്റുള്ള പല ജോലികളിലും ചെയ്ത ആളുകൾ നമ്മുടെ സംസാരം കൊണ്ടാണ് നമ്മളെ കൂടെ വന്നിട്ടുണ്ടാവുക. പക്ഷെ അവരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാതെ പോയത് കൊണ്ട് പലരും ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ല, എന്റെ കൂടെ ഇല്ല. എന്റെ നിങ്ങളതും പ്രശ്നം പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അത് എന്ത് ചെയ്യണം, ഒരു ലീഡർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 2, ആത്മവിശ്വാസം വേണം. ഞാൻ ഇതിൽ നേടും, ഞാൻ വന്നിരിക്കുന്നത് എന്റെ ലക്ഷ്യങ്ങള് നേടാൻ വേണ്ടിയിട്ടാന്നുള്ള ഒരു കോൺഫിഡൻസ് എനക്കാദ്യം വേണം. ഇല്ലെങ്കിൽ എന്റെ ടീമിന് കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇതുള്ള ആളുകളാണ് എന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. വളരെ പോസിറ്റിവിറ്റി ഉള്ള ആളുകളാണ് എന്റെ മുന്നിലുള്ളത്. വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന, പോസിറ്റീവായി ചർച്ച ചെയ്യുന്ന, പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്റെ മുന്നിലുള്ളത്. അതെപ്പോഴും ഇതേപോലെ തന്നെ സൂക്ഷിക്കണം നിങ്ങൾ. കാരണം നിങ്ങൾ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും അത് കേൾക്കുന്ന ആളും നശിച്ചു പോകും. അത് മാത്രമല്ല ടീമും എന്തായി പോകും, നശിച്ചു പോകും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. എപ്പോഴും എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈൻ ആയാലും
ഡൗൺലൈൻ ആയാലോ നിങ്ങൾ ഏത് അസോസിയേറ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് എന്ത് കാര്യമാണ്. റീപർച്ചേസ് പ്ലാൻ വന്നപ്പോ ലീഡർഷിപ്പിലുള്ള ആളുകൾ പോലും പറഞ്ഞു 1000 രൂപ 1100 രൂപ 1600 രൂപയുടെ മന്ത്ലി റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ചെയ്യാൻ പറ്റും? അതൊരു നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ലക്ഷക്കണക്കിന് ആളുകൾ ആ റീപർച്ചേസിലൂടെ അവനവന്റെ ഐഡിയുടെ LRP പോയിന്റും റീപർച്ചേസ് ഇൻകവും വാങ്ങുന്നതിനൊപ്പം തന്നെ 1000, 10,000 ലക്ഷങ്ങളൊക്കെ റീറ്റെയിൽ പ്രോഫിറ്റ് വാങ്ങുന്നുണ്ട് അല്ലെ. നമ്മുടെ കൺസെപ്റ്റിന് ഒരുപാട് മഹത്വം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരു ലീഡറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളെ കൊണ്ടോ നെഗറ്റീവ് പറയുന്ന ആളുകൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ വന്ന ആളുകൾ കേട്ടോ, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ നെഗറ്റീവ് പറയുന്നതിന് എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക, കേൾക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നുന്നു കേട്ടോ, എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാം, നിങ്ങൾക്കത് തള്ളാം. പരമാവധി പല ലീഡേഴ്സും നല്ല പ്രൊഫൈലുള്ള ലീഡേഴ്സ് വരെ പറയുന്നത് വെച്ചാല് ഒരു പരിധി വരെ നിങ്ങളൊരു വ്യക്തമായ ലക്ഷ്യത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേപ്പർ വായിക്കരുത്, ന്യൂസും കേൾക്കരുത് എന്ന് പറയുന്നുണ്ട്. ന്യൂസ് മീൻസ് നെഗറ്റീവ് ന്യൂസുകൾ. ഒന്നും അറിയാതെ കൊണ്ടനെ പോലെ ജീവിക്കാനല്ല പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യണം കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്, ഡോണ്ട് ഫോക്കസ് ഓൺ വാട്ട് യു ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനാ ഫോക്കസ് ചെയ്യാൻ പോണ്ട. ഓക്കെ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, ഫെയർനെസ് ഉണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, ന്യായം ഉണ്ടായിരിക്കണം ചെയ്യുന്ന കാര്യത്തിൽ. ഫെയർനെസിന്റെ മലയാളത്തിൽ നിങ്ങൾ മീനിങ് നോക്കുമ്പോൾ ന്യായം എന്നാണ് കാണുക. അന്യായവും ന്യായമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യം ന്യായമാണോ നോക്കുക. അന്യായമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ന്യായമുള്ളതായിരിക്കുള്ളൂ. അത് എന്ത് കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യുക, അത് ഒരു പുലർത്താൻ നോക്കുക. സത്യസന്ധത ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്ക്. നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കമ്മിറ്റ്മെന്റ് നമ്മളോടാണ്, രണ്ടാമത് നമ്മുടെ കുടുംബത്തോടാണ്, മൂന്നാമത് നമ്മുടെ ഗോളിനോടാണ്, നാലാമത് നമ്മുടെ ടീമിനോടാണ് അല്ലെ. എല്ലാത്തിനോടും ഒരു കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത സൂക്ഷിക്കണം. പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് 5:30 മണിക്ക് എണീറ്റ് കുളിച്ച് 6 മണിക്ക് സൂം കയറുന്നത്. എന്തിനാണ്? എനിക്കൊന്ന് വളരണം എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ്. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ നല്ലതാണെന്നുള്ളതുകൊണ്ട് അല്ലെ. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി ഈ സൂം മതിയാവും. ഇത് 500 ആൾക്കാർക്ക് കയറാനുള്ള സൂമാണ്. പക്ഷെ ഇതിൽ 200 ആൾക്കാർ 220 ആൾക്കാരൊക്കെയാണ് എപ്പോഴും കയറാറുള്ളത്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് കമ്മിറ്റ്മെന്റ് കുറവാണ്. അവർക്ക് അവരുടെ അടുത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്റെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. എന്റെ ടീമിൽ തന്നെയുള്ള 100 ആളുണ്ടെങ്കിൽ അതിൽ 20 പേരാണ് ഈ ടീം സൂം കയറുന്നത്. അപ്പൊ നമുക്ക് എന്തെല്ലോ പാകപ്പിഴകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് പോകുന്നതാണ്. ഇൻസ്പയർ ചെയ്യാൻ പറ്റണം ഒരു ലീഡർക്ക് തന്റെ ടീമിൽ വന്ന ആളുകളാണ്. അതേപോലെ തന്നെ വിനയം വേണം. വിനയത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത്, നമ്മൾ ഈ ദൈവത്തിനൊക്കെ നമ്മൾ ഈ സമർപ്പിക്കുന്ന സാധനങ്ങളിൽ ഒട്ടുമുക്കാലും എന്ത് ചെയ്യാന്ന് വെച്ചാല് വിനയമുള്ള ഫ്രൂട്ടുകളായിരിക്കും. തേങ്ങ മൂത്ത് കഴിയുമ്പോൾ താഴേക്ക് താഴും അല്ലെ. വാഴക്കൊല അത് പഴുക്കാൻ നോക്കുന്നതിലേക്ക് താഴേക്കാണ്. അതേപോലെ നിങ്ങളുടെ തലയും വിനയത്തിന്റെ തലയായിരിക്കണം. അതിവിനയം കള്ളന്റെ ലക്ഷണമാണ്. അതും കൂടി നോക്കണം. നിങ്ങളടുത്ത് ഒരാൾ അതിവിനയം കാണിക്കുന്നുണ്ടെങ്കിൽ എന്തോ കള്ളത്തരമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വിനയമുള്ള ആളുകളായി മാറുക എന്നുള്ളതാണ്. ഈ ഒരു 8 പോയിന്റ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ട്. ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി. ഈ 8 പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അയാൾ ഒരു ലീഡറായി മാറും ഓട്ടോമാറ്റിക് ആയിട്ട്. അല്ലാതെ ലീഡർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് തലകുത്തി നിന്ന് മറ്റേ മയൂരാസനവും ശീർഷാസനവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ മതി. ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രീ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മൾ വന്നത് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു മരമാണെന്ന് കൂട്ടിക്കുന്നു. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് അതിന്റെ മാനേജ്മെന്റ് ആണ്. ദൈവം സഹായിച്ചിട്ട് നമുക്ക് വളരെ ശക്തമായ 17 വർഷത്തെ പാരമ്പര്യമുള്ള വിഷനുള്ള 2027 കൂടി 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം
20 ലക്ഷം അല്ല 2 കോടി കുടുംബങ്ങളിലേക്ക് 20 മില്യൺ എന്ന് പറഞ്ഞത് 2 കോടി കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച മിഷനുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ബോധം വേണം. ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ആദ്യം ബോധം വേണമെന്ന് ഞാൻ പറയുന്നത് എന്നോട് തന്നെ കേട്ടോ, നിങ്ങളോടല്ല. അപ്പൊ നിങ്ങൾക്ക് ബോധം ഉണ്ടാവും, പക്ഷെ എനിക്കതില്ല. ഞാനതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതൊരു സ്കില്ലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും. നാളെ മുതൽ നിങ്ങൾ ഓരോരുത്തർ ഇതുപോലെ സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ നിർബന്ധമായിട്ട് ഞാൻ ചെയ്യേണ്ടി വരും, അല്ലെ? ഞാനൊരു ലീഡർ ആകുമ്പോൾ ഞാനിനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണം. അതിനാണ് ഈ രാവിലെ 6 മണിക്ക് സൂമിൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇന്നലെ മെനഞ്ഞാന്ന് അല്ലെ മിനി മേഡം വളരെ വ്യക്തമായിട്ട് നമ്മൾ പരാജയപ്പെട്ട ആളുകൾ ചെയ്ത കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്ന ആർക്കാന്ന് വെച്ചാൽ മിനി മേഡത്തിനാണ്. അതാ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത് അവരുടെ ഉപബോധ മനസ്സിലേക്ക് അവരെ അടിവരയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അതുപോലെ ആവണം. നിങ്ങൾക്കുള്ള അറിവുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ മദ്യപിക്കരുതെന്ന് ഒരാൾ ഉപദേശിക്കുന്ന ഒരാള് പബ്ലിക്കായിട്ട് എന്നാലും മദ്യപിക്കില്ല, ശരിയല്ല? അപ്പൊ അതേപോലെ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ല് കുറവുണ്ടോ ആ സ്കില്ലൊക്കെ വേണം നിങ്ങളുടെ ടീമിൽ അങ്ങ് പറഞ്ഞേക്കുക. അപ്പൊ നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. നിങ്ങൾക്ക് BOP എടുക്കാൻ, വെൽനസ് ക്ലാസ്സുകൾ എടുക്കാൻ, 1 to 1 എടുക്കാൻ ഒരു 5 or 6 ആൾക്കാർ ഒരുമിച്ചിരുന്ന് പ്ലാൻ പറയാനൊക്കെ നിങ്ങൾ ടീമിനെ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കുന്നുള്ളതാണ്. ഇത് ഇത്ര സിമ്പിൾ ആണ് ഡയറക്ട് സെല്ലിംഗിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലീഡർ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ ട്രീ എന്തിനാ ഇവിടെ വെച്ചെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്ന മാനേജ്മെന്റ് നമുക്കുണ്ട്. 2 ട്രങ്കിനോട്, ട്രങ്ക് എന്ന് വെച്ചാൽ അതിന്റെ ഇത് ബോഡി ഉണ്ടല്ലോ, മരം. ആ മരം എന്ന് പറയുന്നത് കമ്പനിയാണ്. നമുക്ക് കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ അവാർഡ് കിട്ടിയ, കേന്ദ്ര ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അവാർഡ് കിട്ടിയ, വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ, അല്ലെ? അതേപോലെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മൾട്ടിപ്പിൾ സെഗ്മെന്റിൽ, മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ എന്താ പറയാ, പകരം വെക്കാനില്ലാത്ത പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത, ദ ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ, ദ മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ ഒരു കമ്പനി നമുക്കുണ്ട്. ഈ ഒരു മരത്തിനെ എടുക്കുന്നു, മരത്തിന്റെ ബോഡി എന്ന് പറയുന്നത് കമ്പനിയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് റൂട്ട് മാനേജ്മെന്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ, എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് പലതും. പക്ഷെ ഉപഭോഗം മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രം കാണുമ്പോഴെങ്കിൽ നമുക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ബ്രാഞ്ചുകളാണ് ലീഡേഴ്സ്. മീൻസ് നിങ്ങളും ഞാനും അടങ്ങുന്ന ഇപ്പൊ കിടന്നുറങ്ങുന്ന ആളുകൾ, കുറെ ആളുകളില്ലേ ലീഡർഷിപ്പിലേക്ക്. ഇതിന്റെ ബ്രാഞ്ചുകള് ലീഡേഴ്സാണ്. അതിന്റെ ചില്ലകൾ വരും അല്ലെ, ആ ചില്ലകൾ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചില്ല തടിച്ച് പവർഫുൾ ആകുമ്പോഴാണ് എന്താവുന്നത്, ബ്രാഞ്ചായി മാറുന്നത്, അല്ലെ? കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് ഇടാം, തമ്പിടാം. ഞാൻ പറയുന്നത് നിങ്ങൾ, ഇതൊരു സൂം ആയതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിന്. അപ്പൊ അതിന്റെ ചില്ലകള് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അത് നാളെ ലീഡറായിട്ട് മാറുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല പറയുന്നത്. ഇതിന്റെ റിസൾട്ടാണ് അതിന്റെ ഇലകൾ. അപ്പൊ ഇലകളിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരുമാനം നേടിക്കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടീമിന്റെ പച്ചപ്പ് കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഉണങ്ങിയ പഴുത്ത ഇലകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. കറക്റ്റായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് നല്ല മാനേജ്മെന്റ് കിട്ടിയിട്ടുണ്ട്, നല്ല കമ്പനി കിട്ടിയിട്ടുണ്ട്, നല്ല ലീഡറായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നല്ല ബ്രാഞ്ചുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കൂടെ വരും. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരുമാനം നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എന്ത് ചെയ്യും, ഒരു അബണ്ടൻസ് ഉള്ള ഒരു ടീം നമുക്കുണ്ടാവും. അവനവന്റെ ടീമിന്റെ കാര്യം നോക്കി അവനവന്റെ ടീമിനെ തളർപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ മതി. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡീപ്പ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഫൗണ്ടേഷൻ അത് നമുക്കുണ്ട്, സ്ട്രോങ് ട്രങ്ക് നമുക്ക് കമ്പനി ഉണ്ട്, ഹെൽത്തി ബ്രാഞ്ച് എന്ന് പറയുന്നത് റെസ്പെക്റ്റബിൾ ലീഡേഴ്സ് ആണ്, അതുണ്ട്, അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് അതിനകത്തുള്ളത്. അതൊരു നെറ്റ്വർക്ക് വേൾഡിലുള്ള ഫേമസ് ആയ നെറ്റ്വർക്ക് മാർക്കറ്റർ ട്രെയിനർ അദ്ദേഹത്തിന്റെ ക്ലാസ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ലീഡേഴ്സ് ഉണ്ട് ഓൾറെഡി.
നല്ല എന്താ പറയാ മിഷനുള്ള ലീഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങളെ ലീഡർ നോക്കുക. നിങ്ങളെ എന്ത് ചെയ്യാ, ഇത് ലീഡർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കൂല. അപ്പോ അടുത്ത എന്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് നിങ്ങളോട് നമുക്ക് ലീഡേഴ്സ് ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മുകളിലോട്ട് നോക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? എനിക്ക് ലീഡർ ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ തന്നെയാണ് എന്റെ ലീഡർ എന്ന് പറയുന്ന സ്ഥലത്ത് മാറ്റം തുടങ്ങും. അപ്പൊ ആരാ ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം ദ ലീഡർ. അപ്പൊ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ഉണ്ടാവും. നിങ്ങളെ വിശ്വസിക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും. നിങ്ങളെ വിശ്വസിക്കുന്ന ബ്രാഞ്ചുകളിൽ റിസൾട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഏത് കാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ ഒരു വിശ്വാസം കൊടുക്കാൻ പറ്റണം. അതിന്റെ തൊട്ട് താഴെ ഫ്രഷ് തിങ്സ്, നമ്മുടെ ചില്ലകൾ അല്ലെ, തളിരിട്ട് നിൽക്കുന്ന ചില്ലകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സാഹമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഒരു നോട്ട് ബുക്കും പേന എടുക്കുക, നിങ്ങളുടെ പേര് എഴുതുക, ജീനിയസ് എഴുതുക, വിന്നർ എഴുതുക. നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന, ഒറ്റക്ക് ഇര തേടി പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നിങ്ങളുടെ ലീഡേഴ്സിന്റെ പേര് ജീനിയസും വിന്നറും ലെഫ്റ്റിനും റൈറ്റിലുള്ള ആളുകളുടെ പേരൊന്ന് എഴുതി നോക്കുക. ആ എഴുതുന്ന ആ സമയത്ത് നിങ്ങൾക്ക് തപ്പിപ്പോകുമെന്നറിയും. നമ്മൾ കിട്ടുന്നില്ല. 4 പേര് എഴുതിയപ്പോ നിങ്ങൾ ബ്ലാങ്കായി. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 8 പോയിന്റും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഞാൻ മഹാനായോണ്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ തപ്പിയിട്ടുണ്ട്. അപ്പോ കറക്റ്റായിട്ട് എഴുതുക. നിങ്ങളെ കൂടെ വന്ന ലീഡേഴ്സിന്റെയും നിങ്ങളെ കൂടെ വന്ന ആക്റ്റീവായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേര് ഇന്ന് തന്നെ എഴുതി വെക്കണം. എന്നിട്ട് അവരെയൊക്കെ വിളിക്കുക. ലീഡർഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിലാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കുക. അവരെയൊക്കെ ഇന്ന് വിളിക്കണം. ഒരു 10 മണി 11 മണിന്റെ ഉള്ളിൽ നിങ്ങൾ ഇന്ന് ഒരു പണിക്കും പോണ്ട, ഒരു ഫീൽഡിലും പോണ്ട. അവരെയൊക്കെ വിളിക്കുക. വിളിക്കുമ്പോൾ അവരോട് രാവിലെ 6 മണിക്ക് സൂം കയറിയിട്ടുണ്ടോ, സുഖമാണോ, എന്തൊക്കെയാണ് സ്ഥിതി? കാരണം ഇതൊക്കെ ചോദിച്ചിട്ട് കുറെ മാസങ്ങളായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഓൺലൈനിലുള്ള ആളുകളെ വിളിക്കാറുണ്ടോ എന്നുള്ളത്. നിങ്ങളുടെ ഐഡിക്ക് മുകളിലോട്ടുള്ള ആൾക്കാർ നിങ്ങൾ നോക്കണ്ട. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വന്തം ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് 8ാമത്തെ മെനുവിൽ ട്രീ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ട്രീ നിങ്ങളുടെ ഐഡിക്ക് താഴെയുള്ള അല്ലെ. ആ ട്രീ ഇറ്റ് സെൽഫ് സെയിങ് നമ്മൾ മുകളിലേക്ക് നോക്കണ്ട എന്നുള്ളതാണ്. താഴോട്ട് നോക്കിയാൽ മതി. ആ താഴോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ട്രീ ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആളുകൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ട്രീ ഓപ്പൺ ചെയ്യുക. കാരണം ട്രീ ഓപ്പൺ ചെയ്ത മാസങ്ങളായി പലരും. ആ ട്രീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഡ്രിൽ ഡൗൺ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഓരോ ഗ്രീൻ കളറുള്ള ഐഡികൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇദ്ദേഹം എനിക്ക് 6 മാസം മുന്നേ അല്ലെ 1 വർഷം മുന്നേ 2 വർഷം മുന്നേ സെയിൽ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ലെഫ്റ്റ് റൈറ്റിലും കാണാലോ, അവരുടെ ക്രൈറ്റീരിയ സെറ്റ് ആയിട്ടുണ്ട്, ക്രൈറ്റീരിയ താഴെ സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം കാണാം നിങ്ങൾക്ക്. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുക, കമ്പനിയുടെ അപ്ഡേഷൻ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. പണ്ട് മനോജ് സാർ ഷാജി സാറിനോട് പറഞ്ഞ പോലെ ഞാൻ സീരിയസ് ആണ്, ഷാജി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാനിത് ചെയ്യും എന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇന്ന് നിൽക്കുന്ന ഒരു ഏത് സ്റ്റേജിലാണോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അതിൽ നിന്നൊരു ഒരു 10% നിങ്ങൾക്ക് വരാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട്, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 10% വരാൻ പറ്റും. നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളെ വിളിക്കുക. പേടിച്ചിട്ടാണ് വിളിക്കാത്തത്. നിങ്ങൾ പലരും പേടിയാണ്, അത് അവർ ഉപയോഗിക്കുന്നുണ്ടോ. കാരണം കൊടുത്ത അന്ന് അവിടുന്ന് ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് മുങ്ങിയതാണ് പലരും. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട് പോലെ തോന്നുന്നുണ്ടോ. കാരണം ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് റിയാക്ഷൻ എന്നുള്ള വാക്കാറോടല്ല, സൈഡ് എഫക്ട് റിയാക്ഷൻ എന്നല്ലേ പറയാ. ഉണ്ടോ ചോദിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം ആ ഒരു പണിയെടുക്കുക. ജസ്റ്റ് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോവുക. വിളിക്കാൻ പറ്റുന്ന ആളുകളൊന്നും വിളിച്ചു നോക്കുക. ഡയറക്റ്റ് വിളിക്കണമെന്നില്ല. ആ കൊടുത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പണി നിർത്തിപ്പോയത് മൈഗ്രെയിൻ വന്ന ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് മൈഗ്രെയിൻ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ പേടിച്ചിട്ട് നിർത്തിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഇതെന്റെ അനുഭവം എന്ന് പറയട്ടോ. നീർക്കെട്ട് വന്ന് ബുദ്ധിമുട്ടി കിടന്ന ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, ഇത് ഉപയോഗിച്ച് 7 ദിവസം കഴിഞ്ഞപ്പോൾ നീർക്കെട്ട് കൂടി, വേദന കൂടിയപ്പോൾ പ്രൊഡക്റ്റ് മടക്കി വെച്ചു. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറഞ്ഞു മേലാൽ ഈ പണിയെടുക്കുന്നപ്പോ പിന്നെ നിങ്ങൾ വിളിച്ച അയാൾ ഫോൺ എടുക്കാറില്ല.
അങ്ങനെയുള്ള വീടുകളൊക്കെ ഇറങ്ങി പിടിച്ച് മടക്കി വെച്ച ബെഡും മടക്കി വെച്ച പിന്നെ വാട്ടർ ബെഡും ഈ റിസ്റ്റ് ബാൻഡൊക്കെ വീണ്ടും ഉപയോഗിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആളുകളുണ്ടാവും. സിമ്പിളാണ്. പലരുടെയും പ്രശ്നം അങ്ങനെ പോകുന്നില്ല എന്നുള്ളതാണ്. കുറ്റപ്പെടുത്താൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന അബദ്ധങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയാം. വേറൊന്നുമില്ല. ഒരു എന്താ പറയാ, കുമ്പസാരാണ്. അപ്പൊ എനിക്കൊരു ധൈര്യം കിട്ടും. നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യണമല്ലോ. ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉത്സാഹമുള്ള ആളുകളായി മാറുമ്പോൾ ഓൾറെഡി പച്ച ഇലകൾ വരും. നിങ്ങളുടെ ടീമിൽ അമേസിങ് റിസൾട്ടുകൾ ഉണ്ടാവും. ആ റിസൾട്ടുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഈ വായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ ശാപം. ഈ റിസൾട്ട് എന്ന് പറയുന്നത് അപവാദം മാറിയതും മൈഗ്രെയിൻ മാറിയതും കിഡ്നി സ്റ്റോൺ മാറിയതും പിത്താശക്കല്ല് മാറിയതും ഗർഭപാത്രത്തിലെ മുഴ സർജറി മാറ്റിവെച്ചതെന്നല്ല റിസൾട്ട്. നിങ്ങളെ കൂടെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ ബിസിനസ് ചെയ്യാൻ വന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാസം ഒരു 30,000 രൂപയെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് റിസൾട്ട്. അപ്പൊ നിങ്ങളുടെ ടീം എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലീഡറാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വലിയ വലിയ കാര്യങ്ങളുടെ അടുത്ത് തലക്ക് വെക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. ഇഷ്യൂനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നവരാണ്. കമ്മ്യൂണിക്കേറ്റ്, എപ്പോഴും ബീൻ ടച്ചിലായിരിക്കണം. നിങ്ങളെ വിളിക്കുമ്പോൾ കിട്ടണം. നിങ്ങൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കണം. ഓക്കെ? എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യും, സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കണം. ഒരു ലീഡർ ഒരു തെറ്റൊക്കെ പറ്റും എന്തായാലും. അത് പല കാര്യത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരാൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു, 9,500 കിട്ടി. ആ പാവത്തിന് കഷ്ടകാലാന്ന് കുറിയായിരുന്നു. ആ പൈസ എടുത്തിട്ട് അയാൾ കുറിക്കടച്ചു. ഐഡിയ അടിക്കാൻ പറ്റിയില്ല. അയാൾ നെഗറ്റീവായി. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്തു? കൂന്മേ കുരു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പോയിട്ട് അയാളെ ബ്ലെയിം ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മുന്നിലാണെന്നും കൂട്ടിക്കോ. ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയും നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്യില്ല. സ്വാഭാവികമാണ്. പൈസ റോളായി പോകും. എല്ലായിടത്തും പൈസ റോളായി പോകുന്ന ആളുകൾ, എന്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തോടെ അവരെ ചേർത്ത് വിളിക്കണം. അവരോട് പറയണം, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ എന്നോട് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? അവരെ കൂടെ നിർത്താൻ പഠിക്കണം. വി ഓൾ മേക്ക് മിസ്റ്റേക്ക് എന്നാണ് അതിന്റെ കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതൊരു ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ എന്ത് ചെയ്യണം? എനിക്കൊരു അബദ്ധം പറ്റി, അത് മനസ്സിലാക്കുക. ഫോർഗിവ് ചെയ്യുക, ക്ഷമിക്കുക. വി ഓൾ നീഡ് ഫോർഗിവ്നെസ് എന്നാണ് കൺസെപ്റ്റ് തന്നെ പറയുന്നത്. നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഫോർഗിവ്നെസ്. ഈ 3 ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രേറ്റ് ലീഡർ ആയിരിക്കും. എന്ന് വെച്ച് ആളുകൾ ചെയ്യുന്ന എല്ലാ തോന്നിയാസം കൂട്ടു നിൽക്കുമെന്നല്ല അതിന്റെ അർത്ഥം. അവരെ തിരുത്തി കൂടെ കൊണ്ടുവരണമെങ്കിൽ ആദ്യം എന്റെ ഉള്ളിൽ എന്നോട് ക്ഷമിക്കാൻ, അല്ലെ? നിന്നെക്കെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുന്ന പോലെ പിന്നെ ബൈബിളിന്റെ കോട്ടുണ്ട്, അവനവനോട് ക്ഷമിക്കാൻ പഠിക്കണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞില്ല. ഞാനിപ്പോ ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുടിക്കും. നിങ്ങളെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞുതരാം. ഞാനീ വെള്ളം കുടിച്ചു, ഇവിടെ വെക്കുന്ന സമയത്ത് ഇത് തട്ടി താഴെ പോയി. ഞാൻ എന്താ ചെയ്യാ? ഞാൻ വീണ്ടും സൂം എടുക്കും, ഞാൻ മെല്ലെ സൈഡാക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു പൊട്ടിക്കിടക്കുന്ന ചില്ല് കുപ്പിയൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്യും? വേസ്റ്റ് കൊണ്ടുപോയിടും. ഇത് പൊട്ടിയിരിക്കുന്നത് നിങ്ങളുടെ മകന്റെ അടുത്തോ മകളുടെ അടുത്തോ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് കലമ്പും. ശരിയല്ലേ? എന്തുകൊണ്ട്? അത് അവരൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിന്ന് നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ നമ്മളത് മാക്സിമം എന്ത് ചെയ്യും? ഹൈഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യും? മടക്കി വെക്കും. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ക്രോസ് ലെഗിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരിക്കും. ആകെ ഒരു 500 രൂപയുടെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. ഈ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടീം നശിച്ചു പോകും. അപ്പൊ അവനവനോട് ക്ഷമിക്കാൻ പഠിക്കുക എന്നല്ല, മറ്റുള്ളവരോട് അവനവനോട് ക്ഷമിക്കുന്ന പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ കോറായിട്ടുള്ള സംഭവം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കയ്യിൽ നിന്ന് ഒരു കുപ്പി വീട് പൊട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ആ സാലറിയുടെ പോട്ടെ, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? റെഡിയാക്കാൻ പഠിക്കണം. ഈ 3 ക്വാളിറ്റി മാത്രം ഉണ്ടെങ്കിൽ, ഇത് പറയാൻ കാരണം ഇതില്ലാത്ത ഒരാളും എന്റെ മുന്നിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ടീമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ലീഡർഷിപ്പിന് ഒരുപാട് ഡെഫിനിഷൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായി നമുക്കൊരു ലീഡർ എങ്ങനെ ആവാന്നുള്ളത് ഒരു ബേസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പണി എന്താണ്? ഇപ്പൊ ഞാനൊരു
ഈ ബയോട്ടോറത്തിൽ ഐഡിയ അടിച്ച് അതിനിടക്ക് പറയാൻ പെട്ട കാര്യമുണ്ട്. ഇന്നിവിടെ MC ചെയ്തിരിക്കുന്നത് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് പവിത്രൻ സാറ്. പവിത്രൻ സാർ ഒരു ദിവസം വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയോടാണ് പറഞ്ഞത്, എന്റെ പവിത്രൻ സാർ ഓൾറെഡി ഒരു ഗവൺമെന്റ് സർവീസിൽ ആണ് ഇപ്പോൾ ഡ്രൈവർ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബാക്ക് പെയിൻ മാറിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച അമ്മക്ക് നല്ലതാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ബൈക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിന്റെ അടുത്ത് അതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മക്ക് കിട്ടിയ ഒരു റിസൾട്ടിലാണ് ഞാനും ഈ ഇതിലേക്ക് എത്തിയത്. ഞാൻ അമ്മക്ക് പുറത്ത് കിട്ടിയപ്പോ നാട്ടിലുള്ള സകല നടുവേനുള്ള ആൾക്കാർക്കും പുറത്ത് കൊടുത്ത് നടക്കുവാണെങ്കിൽ എനിക്കൊരു ടീം ഉണ്ടാവില്ല. സിമ്പിളാണ് ലോജിക്ക്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെയും എനിക്ക് താല്പര്യമുള്ള ആളുകളെയും എന്റെ ലിസ്റ്റിലുള്ള ആളുകളെയും എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതിനാണ് ലീഡ് കൺവേർഷൻ എന്ന് പറയും. ഇപ്പൊ എന്റെ കൂടെ കുറെ ഫ്രണ്ട്സ് വന്നു. ആദ്യം അവര് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നില്ല, അവര് പ്രോസ്പെക്ട് ആയിരുന്നു, അല്ലെ? അതൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ കസ്റ്റമർ ആക്കിയിട്ട് മാറ്റണം. അതാണ് ഒരു ലീഡർ ആദ്യം ചെയ്യുന്നത്. തന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരാളുടെ ലിസ്റ്റ് എഴുതിച്ച് ആ ലിസ്റ്റ് എഴുതി അതിൽ നിന്ന് ആളുകളെ കസ്റ്റമർ ആക്കി മാറ്റണം. അപ്പോഴാണ് നമ്മൾ ഐഡിയ അടിക്കുന്നത്, അല്ലെ? ആ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മിനിമം അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്റെ മുന്നിലേക്ക് നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു സെഷൻ നിങ്ങൾക്കുള്ളതല്ല, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നോളജ് ക്രിയേറ്റ് കോൺഫിഡൻസ്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക, അറിവ് മാത്രം, വേറൊന്നുമല്ല. ഇത് വർക്ക് ചെയ്യും എന്ന് നിങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ്. മോർ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. അൾട്രാ വരി ഓർഗാനിക് വളങ്ങൾ, അല്ലെ? നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സാധനം വന്നിരുന്നു കമ്പനി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ബൈക്കൊക്കെ വന്നു, നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാ? കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, കാരണം ഇതൊരു ഓപ്പൺ സൂമാണ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിവ് ശേഖരിച്ചാൽ മതി, ഈസിയാണ്. നമ്മുടെ ഇപ്പം വന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, അല്ലെ, നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പലരും അത് വിൽക്കാത്തത്. അത് ഇപ്പൊ തന്നെ റീപർച്ചേസിൽ 2200 രൂപ കിട്ടുമ്പോൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക, പരീക്ഷിക്കുക വീട്ടുകാരിൽ. കാരണം അതിന് സൈഡ് എഫക്ട് ഇല്ല, 0 സൈഡ് എഫക്ട് ആണ്, 100% ഓർഗാനിക്, അല്ലെ? അപ്പോ അതിനെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് ക്രിയേറ്റ് കൺവേർഷൻ ആണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കസ്റ്റമർ ഇപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ആവാത്തത്. എന്തുകൊണ്ടാണോ? ഇതിൽ നിന്ന് 1 കോടി വാങ്ങാൻ പറ്റുമെന്ന് നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ ഇയാളെ വിളിച്ചു കൊണ്ടുപോയിട്ട് എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്ന, അവനുള്ള പണിയെടുത്ത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ടേ. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോടല്ല കേട്ടത്, ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായാണ്. നിങ്ങൾ ഈ പണിയൊക്കെ എടുക്കുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ നമ്മുടെ കൂടെ വന്ന ആളുകൾ ഈ പണി എടുക്കുന്നില്ല. കാരണം അവർക്ക് കോൺഫിഡൻസ് കിട്ടിയില്ല. അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രെയിനിങ് വെച്ചു കൊടുക്കേണ്ടത്. സിമ്പിളാണ്. NDOPകളുടെ ടീമിൽ മാസത്തിൽ ഒന്നെങ്കിലും ഉണ്ടാവണം. മനോജ് സാർ NDOP വെക്കട്ടെ, മനോജ് സാർ RTP വെക്കട്ടെ എന്ന് വിചാരിച്ചു നടന്നാൽ ഒരു പരിപാടി നടക്കൂല, നിങ്ങൾ അവിടെ എത്തൂല. കാരണം അത് പ്രായോഗികമായിട്ട് അത് നടക്കൂല. പിന്നെ വെറുതെ അദ്ദേഹത്തിന് കൂട്ടം പറഞ്ഞ കാര്യമില്ല. ഇത് നമ്മുടെ ബിസിനസ്സാണ്, നമ്മൾ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോർ ഉണ്ടായിരിക്കണം, മിനിമം 10 പേരുള്ള ഒരു കോർ ഉണ്ടാക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? നമ്മൾ ഷെയർ ചെയ്യുക എല്ലാ കാര്യങ്ങളും. നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്തിട്ടല്ലേ പരിപാടി നടത്തുന്നത്. പിന്നെ എന്തിനാ പ്രശ്നം എന്ന് വെച്ചാൽ ധൈര്യമില്ല, കോൺഫിഡൻസ് കുറവാണ്. ആ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലീഡർ ചെയ്യേണ്ട 4 പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന്, റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവാലുവേഷൻ നടത്തുക, അതിനെക്കുറിച്ച് പഠിക്കുക, വീണ്ടും പ്രൊമോട്ട് ചെയ്യാം. ഒരു സർക്കിളാണ്. ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു. സിമ്പിളാണ്. ഈ കാര്യങ്ങള് വളരെ ഭംഗിയായി ആര് നടത്തുന്നു അയാൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ ആയിരിക്കും. അല്ലാണ്ട് ഇതിന്റെ അകത്ത് MBA എടുക്കുന്നു വേണ്ട. കൂടെ വന്ന ആളുകളെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക. ഷോൾഡറിലൊക്കെ തട്ടിയ അടിപൊളി സംഭവമാണ്. ഒരു 440 രൂപ വാങ്ങുമ്പോൾ നിങ്ങളെ അവനെ നേരിട്ട് കാണാം, അല്ലെങ്കിൽ അവളെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് അടുത്ത ഒരു വേദിയിൽ വെച്ച് അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്. 450 കിട്ടിയിട്ടുള്ളൂ, വരട്ടെ അടുത്ത 1 ലക്ഷം ആവട്ടെ എന്ന് പറയുന്ന ലീഡർമാരുണ്ട്. അതല്ല ചെയ്യേണ്ടത്. 440 കിട്ടിയ ആള് എടുക്കുന്ന എഫേർട്ട് 1 കോടി വാങ്ങുന്ന ആൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കേണ്ടത്. 150 PBയുടെ സെയില്
ഒരു വ്യക്തി എടുക്കുന്ന സമയത്താണ് 440 രൂപ കിട്ടുന്നത്. അതിന്റെ പെയിന് വളരെ വളരെ വലുതാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നല്ല പവറുള്ള ഒരു ലീഡർ, എന്നെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ പവർ ഉണ്ട് അല്ലെ? നിങ്ങൾ ഇൻകം സൈഡിൽ ഒരു 100 BB കയറി കഴിഞ്ഞാൽ 850 രൂപ നിങ്ങൾക്ക് മിനിമം കിട്ടും, ഉറങ്ങിക്കിടക്കുമ്പോൾ കിട്ടും. നമ്മളെ പ്ലാന്റെ പ്രത്യേകതയാണ്. അതേസമയം നിങ്ങളെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടറിന് നമ്മുടെ 2 ജീനിയസും വിന്നർ ടീമിലൂടെ 150 PB സെയിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വെറും 440 രൂപയാണ്. നെഗറ്റീവ് പറയാനല്ല, അതിനെ തെറ്റിദ്ധരിക്കരുത്. അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് വരുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പെയിൻ എടുക്കുന്നത് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആ വ്യക്തിയാണ്. ആ അദ്ദേഹത്തിനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാളൊക്കെ അണിയിച്ചിട്ട് പൂവൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ ഒരു ഷീൽഡ്, ക്രൈറ്റീരിയ ബോണസ് അച്ചീവ് എന്നുള്ള ഷീൽഡൊക്കെ കൊടുത്ത് നിങ്ങൾ ആദരിക്കേണ്ടത്. കാരണം ഇതാണ് നിങ്ങളുടെ കോടിയിലേക്കുള്ള വഴി. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബോട്ടൽ ലെവലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ജോയിൻ ചെയ്ത ആളുകളുടെ എല്ലാ അച്ചീവ്മെന്റ്, അവർക്ക് 5000 കിട്ടുമ്പോൾ അവരുടെ ഫോട്ടോ എന്ത് ചെയ്യുക, ക്രൈറ്റീരിയ ബോണസ് ഫോട്ടോ ഇടുക. 5000 കിട്ടുമ്പോൾ ഫോട്ടോ ഇടുക, 10,000 കിട്ടുമ്പോൾ ഫോട്ടോ ഇടുക, 20,000 കിട്ടുമ്പോൾ ഫോട്ടോ ഇടുക. കാരണം അതൊരു സന്തോഷമാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സന്തോഷം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തിരുത്താനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ഫോട്ടോ കാണുന്നതായിരിക്കും. ഓക്കെ, ലീഡർഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ലീഡർഷിപ്പ് ബിഗിൻസ് വിത്ത് ലീഡിങ് യു. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ലീഡറാക്കി തരുമൊന്നുമില്ല. നമ്മൾ തന്നെ ലീഡ് ചെയ്യണം, നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, നമ്മൾ തന്നെ പ്രോഗ്രാമുകൾ നടത്തണം, നമ്മൾ തന്നെ BOPക്ക് ഡേറ്റ് കണ്ടെത്തണം. നമ്മൾ വളരുക എന്നുള്ളത് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലീഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ഈസ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. സിമ്പിളാണ്. ചെറിയ കാര്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി. നിങ്ങളെ കൂടെ വന്ന ആളുടെ ഒന്ന് വിളിക്കുമ്പോൾ അവരെ കൂടെ പോവാ, അവരെ അടുത്ത് പോയിരുന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക, ആ ലിസ്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അവരുടെ കൂടെ ഫീൽഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഫീൽഡിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു 1 ലക്ഷം വാങ്ങുമ്പോൾ തന്നെ തലക്കാലം കൊണ്ട് ഞാൻ ലീഡറാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ വിജയിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളെടുത്തുന്ന അകലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഉത്തരവാദിത്തമുള്ള ലീഡറായി മാറുക. നല്ലൊരു വിഷൻ ഉണ്ടാക്കിയിട്ട് ആ വിഷൻ ടീമിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. അതിന് ഏറ്റവും ഈസി വഴി എന്ന് വെച്ചാൽ സിമ്പിളായിട്ട്, പലപ്പോഴും പറയാം, നിങ്ങൾക്ക് റിപ്പീറ്റ് കേട്ടിട്ട് ബോറടിക്കും. എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്റെ കൂടെ വന്ന ഒരാളുടെ ആഗ്രഹമാക്കി മാറ്റുന്ന സമയത്താണ് ഞാൻ വിജയിക്കുന്നത്. എന്താഗ്രഹവും അല്ലെ? ഞാന് സെയിൽസ് ക്ലോസിങ്ങിന് പോകുമ്പോ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ആശ്വാസം കിട്ടുക ലോകത്തിന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ പറ്റും. എന്റെ ആഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഒരു ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളത്. ആ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റിയ, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ, അപ്പോഴാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. ശരിയല്ലേ? അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു വിഷൻ ഉണ്ടാവും അവിടെ പോകുമ്പോൾ. അതുപോലെ തന്നെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം, എഴുതി വെച്ച ഗോളുകൾ ഉണ്ടാവും. കോടികൾ നേടാനുള്ള ഗോളുകളല്ല, കോടിക്കപ്പുറത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് വെച്ചാൽ, നമ്മൾ നടത്തുന്ന എല്ലാ ട്രെയിനിങ്ങിൽ നിന്നും വാങ്ങുന്ന ഫീസിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, കുറെ അഗതി മന്ദിരങ്ങളുണ്ട്. അവിടെ ഒരാള് 100 രൂപ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ RTP നടന്നു വയനാട്ടിൽ 40 പേരുണ്ടായിരുന്നു, 100 രൂപക്ക് 3 പേർക്ക് ചോറ് വാങ്ങി കൊടുക്കാൻ പറ്റും. അപ്പൊ 40 പേര് ഒറ്റ മണിക്കൂർ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിലാണ് 4000 രൂപ അവിടെ തന്നത്. മനോജ് സാർ അടക്കം ഉണ്ടായിരുന്നു. ഇപ്പൊ 4300 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4300 രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടും. ഇനി അങ്ങോട്ട് നടക്കുന്ന എല്ലാ ടീമിൽ നടക്കുന്ന എല്ലാ ട്രെയിനിങ്ങിലും നമ്മൾ ആ ഒരു മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ദാനം ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമ്മൾ കിട്ടുന്ന പണം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നടത്താം. നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണേ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്ന വെച്ചാല്, നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് നമുക്ക് ടീമിനൊരു വിഷൻ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ഫാമിലി ബോണസ് അടിക്കലല്ല നമ്മുടെ വിഷൻ. വ്യക്തമായ, ഇതെന്തിനാ പറയുന്നത് ഇവിടെ വെച്ചാൽ ലീഡറാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണം വ്യക്തമായിട്ട്. ആ വിഷൻ പകർന്നു കൊടുക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്നോ, ആദ്യം അനുസരിക്കാൻ പഠിക്കണം. ബി എ ഫോളോവർ. ഒരു ഫോളോവർക്ക് മാത്രമേ ഒരു ലീഡർ ആവാൻ പറ്റൂ. മനോജ് സാർ പറയാണ്, നാളെ കോഴിക്കോട് BOP ആണ്, അല്ലെ ഇന്ന് തൃശ്ശൂർ BOP ആണ്, നിങ്ങൾ നിർബന്ധമായിട്ട് 10 പേരെയും കൊണ്ട് അവിടെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ പോയിരിക്കണം. ആദ്യം വിജയിച്ച ലീഡറെ ഫോളോ ചെയ്യാൻ പഠിക്കണം. ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലീഡർ ആവാൻ പറ്റില്ല.
ഇനി അഥവാ നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പൊ KBC എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണ്, നിങ്ങളത് എന്ത് ചെയ്യരുത്, വേറൊരാളെടുത്ത് പോയിട്ട് എന്ത് ചെയ്ത് അതിന്റെ കുറ്റം പറയാനുള്ള നിൽക്കേണ്ടത്. കുറെ ആളുകൾ വന്ന് പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ സിസ്റ്റം ഇല്ല, ഇവിടെ പ്രോഗ്രാം ഇല്ല, ഇവിടെ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അവർ വരുമ്പോ പറഞ്ഞത് ഭയങ്കരമായിരുന്നു, കോടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്, 5000 ആൾക്കാർ ടീം ഉണ്ടായിരുന്നു, 4000 ആൾക്കാർ ടീം ഉണ്ടായിരുന്നു. പക്ഷെ 1000 രൂപ ഓരോ അക്കൗണ്ടിൽ ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് വെറുതെ തുള്ളിച്ചാടി ഭയങ്കരമായിട്ട് ഇതൊക്കെ പെർഫോം ചെയ്തിട്ട് നിങ്ങളുടെ ടീമിൽ നാളെ വരും. നിങ്ങൾ അയാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പിക്കണം. ഫോളോ ചെയ്യാത്ത ആളെ നിങ്ങൾ നോക്കണ്ട, വിട്ടേക്ക്, ഒഴിവാക്കുക, പോട്ടെ, അടുത്ത പോട്ടെ പുള്ളിയെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആളെ എടുക്കുക. അല്ലാതെ അനുസരിക്കാത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം അനുസരണമുള്ളവരായി മാറുക. ഇവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, സിസ്റ്റത്തിന് പോരായ്മ ഉണ്ടെങ്കിൽ, എവിടെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെ, ആദ്യം ചെയ്യേണ്ട കാര്യം ഫോളോ ദ സിസ്റ്റം. ഒന്ന് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക, റീച്ച് ദ ഹയർ ലെവൽ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് ഏറ്റവും ടോപ്പിൽ എത്തുക. എന്ന് വെച്ചാൽ ഇവിടെ മനോജ് സാറിനെ തിരുത്തണമെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനോജ് സാറിനെക്കാട്ടും മുകളിലേക്ക് അച്ചീവ്മെന്റ് നേടുക. ദെൻ ചേഞ്ച് ദ സിസ്റ്റം. അപ്പൊ എന്തായി, നിങ്ങൾക്ക് വ്യക്തമായ വഴിയായി. പിന്നെ എന്ത് ചെയ്യുക, സിസ്റ്റം ചേഞ്ച് ചെയ്യുക. ഇതാണ് ഒരു ടീം വർക്ക് പോകുന്ന സമയത്ത് ഒരു നിലവിലുള്ള സിസ്റ്റം, ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ ടീമിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്റെ ഡൗൺലൈനിലോ അസോസിയേഷനിലോ അപ്ലൈനോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരത് ചെയ്ത് കാണിച്ചിട്ട് അതിന് തിരുത്തണം. അഭിലാഷ് സാറിന്റെ ടീമിൽ അഭിലാഷ് സാർ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ എന്റെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് എന്നൊക്കെ ഒരു പേഴ്സണൽ പേരെടുത്ത് വിളിക്കാം, എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നുള്ളത് കൊണ്ട് അഭിലാഷ് സാറിന്റെ പേരെടുത്ത്. അപ്പൊ അദ്ദേഹം ഒരു സിസ്റ്റം വെച്ച് പോവാണ്. ഇന്ന കാര്യങ്ങൾ വർക്ക്ഷോപ്പ് ട്രെയിനിങ്ങുകൾ, മറ്റുള്ള ട്രെയിനിങ്ങുകൾ, കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ കൂടെയുള്ള ആളുകൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, വളരണം, എഫേർട്ട് ഇടുക, വളരുക, അഭിലാഷ് സാറിനെ ഓവർടേക്ക് ചെയ്യുക, ആ സിസ്റ്റം പൊളിച്ചെടുക്കുക. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. യു ഷുഡ് ബി എ ഫോളോവർ. നിങ്ങൾക്ക് ലീഡർ ആവണമെങ്കിൽ നിങ്ങൾ ഫോളോവർ ആയേ പറ്റൂ. മൂവിങ് പീപ്പിൾ ഫോർവേഡ്. ആളുകളെ ഓരോ ദിവസവും ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു ലീഡർക്ക് സാധിക്കണം. അതിനാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്, ലിസ്റ്റ് എഴുതി വെക്കുക, അവരെ ഫോളോ ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അവരെ ഇവാലുവേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുക, അവരെ ട്രെയിനിങ്ങിലേക്ക് കയറ്റുക, അവരെന്ത് ചെയ്യുക, അവര് ഒരു സെയിലെങ്കിലും ഒരു ദിവസം എടുക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ആ രീതിയിലേക്ക് നമുക്ക് വളരണം. വളർന്നില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ലീഡ് ബൈ എക്സാമ്പിൾ. ഫീൽഡിൽ പോകണം, ആളെ കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുക, ഫോൺ ചെയ്ത് പറയാൻ നടക്കൂല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ഒരു ലീഡർ എന്ത് പറയുന്നു എന്ന് ടീം ഒരിക്കലും അനുസരിക്കില്ല. അവര് ഒരു ലീഡർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങളെ കൂടെയുള്ള ആളുകൾ കൂടുക. എപ്പോഴും ഓർമ്മിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ ആയിരിക്കണം എക്സാമ്പിൾ. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് സമയം കിട്ടുമ്പോൾ വന്നിട്ട് ടീമിനോട് ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല, ഒരിക്കലും നടക്കൂല. അവർ നിങ്ങൾ അനുസരിക്കില്ല, നിങ്ങളോട് അവർക്ക് ബഹുമാനം ഉണ്ടാവില്ല, നിങ്ങളോട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാത്തൊരു സമയം നിങ്ങളുടെ ടീം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവും, 100% ഉണ്ടാവും. അതൊരു ലോ ഓഫ് എന്താ പറയാ, ഒരു പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ എന്ത് ചെയ്യാം, എക്സാമ്പിൾ, ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ തന്നെ ആദ്യം മാറുക എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിൽ ലീഡറാവും. 5 കോമൺ ആയിട്ടുള്ള ഒരു നിയമങ്ങളുണ്ട്. വളരെ ഷോർട്ടായിട്ട് പോവാ. ഒരു ലീഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, യു നീഡ് ടു ഓപ്പൺ ദ ലീഡ്. തന്റെ മുന്നിൽ വന്ന, തന്റെ കൂടെ വന്ന ആളിന്റെ തലച്ചോറിന്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റണം. സിമ്പിളാണ്. ഏറ്റവും നല്ല ഉദാഹരണം വെച്ചാല്, പണ്ട് തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന നമ്മുടെ തോമസ് എഡിസൺ സ്കൂളിൽ നിന്ന് കുട്ടി എന്ത് ചെയ്തു, ടീച്ചർ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പറഞ്ഞയച്ച ഒരു ലെറ്റർ വിട്ടു, ഈ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രയും ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയല്ലേ, പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, പഠിക്കാൻ ആഗ്രഹമില്ലാത്ത, പഠിക്കാത്ത ഒരു കുട്ടി. അപ്പൊ എന്ത് ചെയ്തു, ആ അമ്മ ആ ലെറ്റർ വായിച്ചു. എന്നിട്ട് മോനോട് എന്താ പറയുന്നത്, ഇത്രയും സമർത്ഥനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് ഈ മോനെ അമ്മ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇത് നിങ്ങൾ കേട്ട കഥയാണ് കേട്ടോ. ഈ കഥ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാല്, നമ്മുടെ കൂടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല, അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല, അദ്ദേഹത്തിന്
നെറ്റ്വർക്ക് എന്താണെന്ന് പോലും അറിയില്ല. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങളെ കൂടെ വന്നാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് വന്നതായിരിക്കും. നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയണം, എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി. നിങ്ങൾ വളരെ സിമ്പിളായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളടുത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം പറയാം. ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വെറുതെ ഗുളികയും മരുന്നും കഴിച്ചിട്ട് ജീവിക്കണ്ട, വെറുതെ എന്ത് ചെയ്യണ്ട, സൈഡ് എഫക്ട് ഉണ്ടാക്കണ്ട. ഇത് നേച്ചുറോപ്പതിന്റെ ഭാഗമാണ്, അംഗീകരിച്ചതാണ്. ഈ 5-6 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെയിൽ എടുക്കാൻ പറ്റും. അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതാണ് അവരുടെ ബ്രെയിനിന്റെ മൂഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത്. അതൊരു ലെവലിലുള്ള കഷ്ടം. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, നല്ല കഴിവും കപ്പാസിറ്റി. നമ്മൾ എപ്പോഴും പറയുന്നത് വില്ലിങ് ആൻഡ് ഏബിൾ ഉണ്ടാവും, അൺവില്ലിങ് ഏബിൾ ഉണ്ടാവും, അൺവില്ലിങ് അണേബിൾ ഉണ്ടാവും, അല്ലെ? അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഉണ്ടാവും. അവർ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിവില്ല. അവരെന്ത് ചെയ്യണം? ട്രെയിനിങ്ങിലേക്ക് കയറ്റണം. അവർ ട്രെയിനിങ്ങിലൂടെ, ഇപ്പൊ സലീം സാർ അദ്ദേഹത്തിന്റെ ഉദാഹരണം എപ്പോഴും പറയുന്നത്, അദ്ദേഹത്തിന്റെ പേര് അടുത്ത് പറയാൻ കാരണം ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പല സൂം പ്രോഗ്രാമുകൾ കേട്ട് എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഏത് ഡോക്ടറെ മുന്നിൽ പോയിട്ട് അദ്ദേഹം സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്ന ആള് മനോജ് സാറാണെങ്കിലും മറ്റുള്ള അദ്ദേഹത്തിന്റെ അപ്ലൈ ലീഡർ ആണെങ്കിലും, നീ 4ാം ക്ലാസ് ആണ്, നിനക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സലീം സാർ ഇന്ന് നമ്മളെ കൂടെ ഉണ്ടാവും. ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ മൂട് തുറക്കാൻ പറ്റി. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇനി അങ്ങോട്ട് ഓർമ്മ കാണണം, നമ്മുടെ ഉദ്ദേശം നമ്മുടെ കൂടെ വന്നവന്റെ ആഗ്രഹങ്ങളുടെ മൂട് ടോപ്പ് അഴിക്കുക എന്നുള്ളതാണ്. അവന്റെ ഉള്ളിലേക്ക്, അവന്റെ തലച്ചോറിലേക്ക് ആഗ്രഹങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്, അവന് കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളത്. അതാണ് ലീഡർ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, കണക്ട് ചെയ്യണം. എപ്പോഴും ബന്ധങ്ങൾ, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പോഴാണ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുക. മഹാത്മാഗാന്ധിയെ ഞാൻ ഇവിടെ വെച്ചെന്തിനാ വെച്ചാൽ, ലോകത്തിൽ ഇതേപോലെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തി വേറെ ഇല്ല. നമുക്ക് അതിനുശേഷം ഒരുപാട് ആളുകളുണ്ട്, നെൽസൺ മണ്ടേല ആണെങ്കിലും നമ്മുടെ APJ അബ്ദുൽ കലാം ഉണ്ട്. പക്ഷെ മഹാത്മാഗാന്ധിയോളം അത്രയും ഒരു മോട്ടീവ് വളരെ ശക്തമായിട്ടുള്ളതാണ്. അതുപോലെയൊക്കെ നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ കൊണ്ട് വന്ന ആളുകളാണ്. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്റ്റക്ക് ആവരുത്. ചെറിയ കാര്യങ്ങൾ, നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ ടീമിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും, നിങ്ങൾ ലീഡർ ആവില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് മേഖലയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ടീമിനെ പഠിപ്പിക്കുക എന്നതാണ്. ഓരോരുത്തർ അവനവന്റെ ടീമിനെ പഠിപ്പിച്ചു കൊണ്ട് വളർന്നുകൊണ്ട് കണ്ടിന്യൂസ് ലേണിംഗ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാക്കുന്നതാണ്. പഠിക്കുമെന്ന് വെച്ചാൽ ബുക്ക് പഠിക്കുക എന്നുള്ളതല്ല, അവരെയും കൂട്ടി ഫീൽഡിൽ പോവുക. ഫീൽഡിൽ എന്താ ചെയ്യുന്നത് അവരെ കൂടെ നടന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അവരൊറ്റക്ക് പോയിക്കൊള്ളും. ഒരു 20-30 വീടുകളിൽ നിങ്ങൾ പോയി സംസാരിക്കുമ്പോൾ അതിൽ 10 പേര് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കൂടെ വന്ന ആൾക്കാണ് ഏറ്റവും കോൺഫിഡൻസ്. അപ്പൊ ആ പണി എടുത്തു കഴിഞ്ഞാൽ മതി, ഈസിയാണ്. ഫോളോ ദ ലീഡർ. ലീഡർഷിപ്പ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ലേറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി. നമ്മൾ സംസാരിച്ച വിഷൻ തന്നെയാണ്. അവരുടെ ഒരു വിഷന് റിയാലിറ്റി ആക്കി കൊടുക്കുക. അവർക്ക് തായ്ലൻഡ് പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വിഷൻ ഉണ്ട്, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന ആളുകൾ മാക്സിമം അവരെ കൂടെ ഫീൽഡിൽ പോവുക. മാക്സിമം 80-20 പ്രിൻസിപ്പിളില്ലേ, ആ 20-ലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വർക്ക് ചെയ്യാത്ത ആളുകളെ വെറുതെ അവൻ കാണാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവള് കാണാൻ കുഴപ്പമില്ല, കാറുണ്ട്, വന്നു കഴിഞ്ഞാൽ ചായ വാങ്ങിത്തരുന്ന് വെച്ചിട്ട് അവരെ കൂടെ പോകരുത്. സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, ഭയങ്കര ഉള്ളെത്തിയുള്ള ആളുകളുണ്ടാവും. ആ ആളുകൾ എന്ത് ചെയ്യുക കാണുമെന്നുള്ളതാണ്. ലീഡേഴ്സ് ഈറ്റ് ഫാസ്റ്റ് ഈറ്റ് ലാസ്റ്റ്. ഈ ഒരു ബുക്ക് വായിക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഫാമിലി ബോണസ് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ടീമിനെ ഉപയോഗിക്കരുത്. ലീഡർഷിപ്പിലേക്ക് വന്ന ആളുകളൊക്കെ ഏറ്റവും അവസാനം ഭക്ഷണം അയക്കുന്ന ആളുകളാണ്. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അങ്ങനെ ആവണം. ഏറ്റവും അവസാനം ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചായ കുടിക്കുക. ഉദാഹരണം പറയട്ടോ, നിങ്ങൾ ആദ്യം ചായ കുടിക്കുക, നിങ്ങൾ ആദ്യം സമൂസം എന്നിട്ട് ടീമിന് വാങ്ങിക്കൊടുക്കുക. അങ്ങനെയല്ല ഞാൻ ഇത് പറയാൻ കാരണം, ഈ ഭക്ഷണം കഴിക്കുന്ന രീതി മാത്രമല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ചൊല്ലാണ്. ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്. നമ്മളാണ് നമ്മുടെ ടീമിലുള്ള എല്ലാ ആൾക്കാരെയും കോടീശ്വരന്മാരാക്കേണ്ടത്. നമ്മൾ ഏറ്റവും അവസാനം എത്തിയാൽ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളെത്തും, നമ്മളെ കൂടെയുള്ള ആൾക്കാർ എത്തിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ഐഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫാമിലി ബോണസ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പണി വേസ്റ്റ് ആണ്.
നിങ്ങളുടെ ID ഓപ്പൺ ചെയ്ത് 28ാമത്തെ മെനുവിൽ നിങ്ങൾക്ക് കിട്ടിയ വരുമാനം കൂടുതലും അവയർനെസ് ബോണസിന്റെ പോർഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ലീഡറാണ്. ഈ ബെഡ്റൂമിന്റെ കാര്യം പറഞ്ഞിട്ട് സിമ്പിളാണ്. അപ്പൊ ഒരു ഉണ്ട കിട്ടി ടീമിൽ എന്റെ വൺ സൈഡിൽ 400, 500, 600 PV സെയിൽ ഉണ്ട്. ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുക. ഓരോ ദിവസം കഴിയും തോറും ഇവർ നെഗറ്റീവ് ആവും. അവിടെ ഒരുപാട് ചർച്ചകൾ വരും. തന്നത് സെയിൽ വെക്കാത്തത്, ഞാൻ കൊടുത്തല്ലോ, 2 ആൾ കൊടുത്തല്ലോ, 3 ആൾ കൊടുത്തല്ലോ. കാരണം ഈ സെയിൽ കിട്ടിയ വ്യക്തിയുടെ കെയർ ഓഫില് അടുത്ത ആളെ കാണാൻ വേണ്ടി പോകാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ സെയിൽ വെക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. ദയവ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഏറ്റവും അവസാനം ഭക്ഷണം കഴിച്ചാൽ മതി. അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്. എപ്പോഴും ഓർമ്മിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ നല്ലൊരു ലീഡറായിട്ട് മാറും. ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ആകെ 6 ആക്ഷൻ പ്ലാനേ ഉള്ളൂ. ലിസ്റ്റ് മേക്ക് ചെയ്യുക, ഇൻവിറ്റേഷൻ പഠിപ്പിക്കുക, പ്രസന്റേഷൻ ചെയ്യാൻ പഠിക്കുക, ഫോളോ അപ്പ് ചെയ്യാൻ പഠിപ്പിക്കുക, സെയിൽസ് ക്ലോസിംഗ് ചെയ്യാൻ പഠിക്കുക, BOP സെന്ററിലേക്ക് NDOPയിലേക്ക് ആളുകൾ എത്തിക്കുക, ഹോം മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക, LTPയിൽ RTPയിലെ ആളുകൾ എത്തുക. ഈ 8 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടീമിന്റെ ഉടമകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കും. 7 മണി ഏകദേശം 7:01. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് ഇത്രയും സിമ്പിളാണ്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിലൂടെ ആളുകൾക്ക് വരുമാനം കിട്ടുമ്പോഴേ നമുക്ക് വരുമാനം കിട്ടും. സിമ്പിൾ ലോജിക്കാണ്. ഒരു ലീഡർ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിവും കപ്പാസിറ്റി ഒന്നും വേണ്ട. ആളുകളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലീഡറാണ്, നെറ്റ്വർക്ക് ലീഡറാണ്. അപ്പോ എല്ലാവർക്കും കോൺഫിഡൻസ് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസവും അതേപോലെ തന്നെ നല്ലൊരു ഭാവിയും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു മിനി സർ. വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ എത്തേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് ചെറിയൊരു മാറ്റിപ്പിടുത്തം. ഇതുവരെ നമ്മൾ ഒരു ലീഡർഷിപ്പിൽ നമ്മളൊരു ജോലിയൊക്കെ ആയിരുന്നു പലരും ചെയ്തിരുന്നത്. ഏകദേശം 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷവും. നമ്മൾ ഇതുവരെ മനുഷ്യന്മാരെ കൈകാര്യം ചെയ്തിട്ടില്ല. ജോലിക്ക് പോവും, അവിടുന്ന് കൂലി വാങ്ങും, അല്ലെങ്കിൽ ശമ്പളം വാങ്ങിക്കും. നമ്മളെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. കംഫർട്ട് സോണാണ്. ഈ ഒരു കംഫർട്ട് സോൺ ഒന്ന് മാറ്റിപ്പിടിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുന്ന എന്തായാലും പഠിച്ചിരിക്കണം. കൈകാര്യം ചെയ്യുന്ന പഠിച്ചാൽ മാത്രമേ നമുക്ക് ലീഡർഷിപ്പിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. മിനി സാർ അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മിനി സാർക്ക് ഒരു നല്ലൊരു താങ്ക്സ് കൊടുക്കുകയാണ്. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ ലെഫ്റ്റിനും റൈറ്റിലുള്ള ഒരു 10 പേരെ നമ്മൾ വിജയിപ്പിക്കുക. അവരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കുക. ഒരു ലീഡർഷിപ്പില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ലീഡറാവും. എവിടെ പോയാലും നമ്മൾ അവരെ കെയർ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. ഈ ഒരു മാനസികാവസ്ഥ പല മേഖലയിൽ നമുക്ക് ആവശ്യമില്ല. പക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. മറ്റുള്ളത് അത് കാണുന്നുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ലീഡർഷിപ്പിലേക്ക് വരാനും നമ്മളെ വലിയൊരു ക്രൈറ്റീരിയ, വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യേണ്ടത്. ജനുവരി മാസം ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ തായ്ലൻഡിൽ നല്ലൊരു പർപ്പസ്, നല്ലൊരു ലക്ഷ്യം, നല്ലൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടാവും. എന്റെ കൂടെ, എന്റെ ഗ്രാമത്തിൽ നിന്ന്, എന്റെ പ്രദേശത്ത് നിന്ന്, എന്റെ ടീമിൽ നിന്ന് ഓരോ ലെഫ്റ്റിൽ നിന്നുണ്ടായിരുന്ന ഒരു 10 പേരെ എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം. പലരും ഫ്ലൈറ്റിലൊന്നും കയറാത്ത എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവാം. അവരെയൊക്കെ നമുക്ക് എത്തിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് എന്തായാലും ജനുവരി മാസം കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉയരും. അതിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക, നമ്മളെ കൂടെ ഒരു 10 പേരെങ്കിലും ഉണ്ടാവുക എന്ന വലിയൊരു കൺസെപ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ
വളർത്തിയെടുത്തേ മതിയാവും. ചെറിയ ചെറിയ സ്വപ്നങ്ങളെ താലോലിച്ച് വലിയ വലിയ വിജയത്തിലേക്ക് എത്താൻ ഓരോരുത്തർക്കും ഈ ഒരു സുപ്രഭാതത്തില് ഈ ഒരു സൂം പ്രോഗ്രാമിൽ എത്തിയ എല്ലാവർക്കും ഇത്തരം ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കഴിയട്ടെ. ഇന്നത്തെ സൂം പ്രോഗ്രാം അതിന് വളരെ യോജിക്കുന്ന തരത്തിൽ മിനി സാറിന് അവതരിപ്പിച്ചു. മിനി സാറിന് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. ഈ ഒരു പ്രോഗ്രാം സൂം പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് മനോജ് സാറ് എടുത്ത എഫേർട്ടിന്റെ വലിയൊരു റിസൾട്ടാണ് ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ടീം. അദ്ദേഹം ഇതിൽ നിന്ന് ഒരു നമ്മളെ പോലെ തന്നെ കെയർ ചെയ്യാതെ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഇത്തരം ഒരു ടീം ഉണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ടീമാണ് KBC. ആ KBC ഒരു സൂം പ്രോഗ്രാം. ഈ ഒരു സൂം പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ വേണ്ടി അതിന് ഏറ്റവും യോജിച്ച വ്യക്തിയാണ് നമ്മുടെ മനോജ് സാറിനെ പറ്റി പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എല്ലാവരെയും അകമായി സ്നേഹിക്കുന്ന വലിയൊരു വ്യക്തിത്വം. ആരോടും കൈവമില്ല, ആരെയും മാറ്റി നിർത്താനോ ഒന്നും തയ്യാറില്ലാത്ത ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ഒരു സൂം പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം മനോജ് സാർ. ഓക്കെ താങ്ക് യു പവിത്രൻ സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ മിനീഷ് സാറാണ് സംസാരിച്ചത്. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ലീഡർഷിപ്പ്. കഴിഞ്ഞ ആഴ്ചയിലും ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മുടെ മിനീഷ് സാർ നന്നായിട്ട് ഇവിടെ സംസാരിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഇന്നത്തെ പ്രോഗ്രാം. എങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു ലീഡർ ആകാം എന്നുള്ളതാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. നമ്മൾ നല്ലൊരു ലീഡർ ആകുക, നമ്മുടെ ടീമിൽ ഒത്തിരി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാപ്പ് സെല്ലിങ്ങിൽ വിജയിക്കാനുള്ള എളുപ്പ വഴി അഥവാ ഏക വഴി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നല്ലൊരു ലീഡറായി മാറണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് വേണമെന്നാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ലീഡർഷിപ്പ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അത് പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് പലരും. എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് ഉണ്ട്. ആരും കേൾക്കണ്ട എനിക്കൊരു കഴിവില്ല എന്നല്ലേ. ഭാസ്കര മാഷ് കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് പാട്ടാ പാടിയത് അല്ലേ. ഒരാളുകൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. ഇന്നലെ നമ്മുടെ ഓണാഘോഷമായിരുന്നു അല്ലേ കേളയിൽ ഡാനി സാറിന്റെ നേതൃത്വത്തിൽ. എന്തായിരുന്നു അവിടെയൊക്കെ ചെന്നപ്പോ ഞാൻ കണ്ടല്ല, എന്റെ വീഡിയോസ് ഒക്കെ കണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഈ സാധനം. ഇതിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അല്ലാണ്ട് എനിക്ക് ലീഡറാവാൻ പറ്റില്ലെന്ന് ആരും വിചാരിക്കണ്ട. എല്ലാവരും ലീഡർ തന്നെയാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഉത്തരവാദിത്വമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പലരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അത് തൊട്ട് മുകളിലുള്ള ആടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡാനി സാറ് വാ, അല്ലെങ്കിൽ അഭിലാഷ് സാറ് വാ, അല്ലെങ്കിൽ മിനീഷ് സാറ് വാ, അല്ലെങ്കിൽ പവിത്രൻ സാറ് വാ, അല്ലെങ്കിൽ ഷായി സാറ് വാ, ആരാണിച്ചാ അല്ലെ ഇന്ന ആള് വാ, അവര് വരട്ടെ, അവരാണ് ലീഡർ. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന്റെ കാരണം. ഇപ്പൊ കേരളത്തിൽ ഇത് കൊണ്ടുപോവാണ് അല്ലേ. ഇപ്പൊ ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കുന്നില്ല. നിങ്ങളൊക്കെ ചെയ്തോ കേട്ടോ, അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഇവിടെ പണി നടക്കുമോ? ഇല്ല അല്ലെ. കമ്പനിയായിട്ട് കോർഡിനേറ്റ് ചെയ്യാനും നമ്മളെ കാര്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സാറായിട്ട് സംസാരിക്കാനും നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയാനും അത് നേടിയെടുക്കാനും അത് ടീമിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ ടീമിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോഴാണ് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. പലരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അപ്ലൈൻ ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എത്ര നല്ല കാര്യം ചെയ്താലും ഒരു ചെറിയ കാര്യം 10 മിനിറ്റ് പറയാൻ മതി, ഇയാൾ ശരിയല്ല കേട്ടോ, ഇയാൾ എപ്പോഴും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്ന ആളാണ്. എത്ര നല്ല കാര്യം ചെയ്തു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ ഒരു പ്രോഗ്രാം വെച്ചിട്ട് അദ്ദേഹം 10 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ പറയും ഇയാൾ ശരിയല്ല, ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നെഗറ്റീവാണ്. നെഗറ്റീവ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക്. എന്നാൽ നമുക്ക് പോസിറ്റീവ് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം അല്ലേ. ഒരു നെഗറ്റീവ് വാർത്ത കാട്ടുതീ പോലെ പടരുന്ന പറയാം. ഒരു പോസിറ്റീവ് വാർത്ത എവിടെ എത്തൂല. അത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ആളുകൾ കേൾക്കാനും പറയാനും. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവിന്റെ പുറകെ പോകാതെ അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ടീമിനെ ഒരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നയിക്കാനും ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കണം.
നെഗറ്റീവ് സംസാരിക്കുന്ന ആളുകളോട് നമ്മൾ അകലം പാലിക്കുകയും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് പറഞ്ഞ ഒരു മാനേജ്മെന്റ് ബിസിനസ്സാണ്. നിങ്ങളൊരു ഓഫീസിൽ പോകുന്നവർ അവിടെ എന്തെങ്കിലും ചോട്ടെടുക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ സാധനം എടുത്തു കൊടുക്കാനോ അല്ലെ, അല്ലെങ്കിൽ വേറെ ക്ലീനിങ്ങോ എന്തെങ്കിലും ഒരു ജോലിക്കായിരിക്കും ഒരു ഓഫീസിൽ പോകാന്നുണ്ടാകും അല്ലെ, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ജോലികളായിരിക്കും. ആളുകളായിട്ട് അധികം നമുക്ക് സമ്പർക്കം ഉണ്ടാവില്ല. അവിടെ വരുന്ന സ്റ്റാഫ് 5-10 പേരോട് സംസാരിക്കാനേ ഉണ്ടാവും. ഇതല്ല, ഇത് മാനേജ്മെന്റ് ബിസിനസ് ആണ്. ഇവിടെ ജനങ്ങളായിട്ടാണ് നമ്മൾ സംവദിക്കേണ്ടി വരുന്നത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആളുകളുണ്ടാവും. അവരോടെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ക്ഷമയുണ്ടാകണം, അതേപോലെ തന്നെ സ്നേഹം ഉണ്ടാകണം, അവരെ അംഗീകരിക്കുന്നു, അവരെ കെയർ ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നണം. ഒരാളെയും ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നരുത്. നമ്മുടെ ഭാഷണത്തിലും സംസാരത്തിലും എല്ലാവർക്കും നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുള്ളൂ. നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴേ നമ്മളൊരു ലീഡർഷിപ്പിന് അംഗീകരിക്കപ്പെടുള്ളൂ. ആദ്യം വ്യക്തിപരമായിട്ട് നിങ്ങൾ അംഗീകരിക്കപ്പെടണം. വ്യക്തിപരമായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതികൾ, നിങ്ങളെ ആളുകളോട് സംസാരിക്കുന്ന രീതികൾ, അവർക്ക് കൊടുക്കുന്ന കെയർ, അവരെ ശ്രദ്ധിക്കുന്ന രീതികൾ, അവർ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കണം കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ അവരെ അംഗീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കില്ല ആളുകൾ. എല്ലാവരും നമുക്കിപ്പോൾ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ടീമിൽ അങ്ങോട്ട് എല്ലാവരും വിളിക്കാൻ പറ്റിയെന്ന് വരില്ല ദിവസവും. പക്ഷെ വിളിക്കാൻ പറ്റുന്ന ലീഡേഴ്സ് എന്ത് ചെയ്യുക, അവരുടെ ഒരു കോർ ടീം ഉണ്ടാക്കിക്കൊണ്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നിങ്ങളൊരു 31 പേരുടെ ടീം ഉണ്ടാക്കുക. ഇത്രയും ഞാൻ പറയുന്നത് എല്ലാവരും. ഒരു നല്ല ലീഡർക്ക് നല്ലൊരു കോർ ടീം ഉണ്ടാകണം. ഏത് സമയത്ത് വിളിച്ചാലും ഇന്ന് തൃശ്ശൂർ പ്രോഗ്രാം നടക്കുക, അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ അവരെത്തും. സ്വാഭാവികമായിട്ടും എത്ര ദൂരമുള്ളവരും വരും. അപ്പൊ ഒരു 31 പേര്, ഒരു വലിയ ടീമിനെ ഞാൻ പറഞ്ഞത് 2, 4, 8, 16 നമ്മൾ ഉൾപ്പെടെ 31, 2, 4 അല്ലെ, 6, 8, 14, 16, 31 പേരുമായിട്ട് മിനിമം നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് 310 പേരായാലും കുഴപ്പമൊന്നുമില്ല, മിനിമം ഉണ്ടാകണം. ഇത് തന്നെ നമ്മുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡെയിലി കോൺടാക്റ്റും ഡെയിലി കമ്മ്യൂണിക്കേഷനും വരുമ്പോൾ വരുന്ന ബന്ധങ്ങൾ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. നിങ്ങൾ വിളിക്കാതിരുന്ന് നോക്കി ഒരു ലീഡറായിട്ട് ഇപ്പൊ ബന്ധങ്ങൾ അവിടെ കുറഞ്ഞു വരും, അകൽച്ച വരും. അവിടെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവൻ വേറെ കൺസെപ്റ്റിലേക്ക് പോയി സാറേ എന്ന് പറഞ്ഞേക്കാം അല്ലേ. വേറെ കൺസെപ്റ്റിൽ പോയി സാറേ, അവനിപ്പോ ഫോൺ എടുക്കുന്നില്ല വിളിച്ചിട്ട്. അവൻ എന്ത് ഇത്രയും നാൾ പിന്നെ അവൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡെയിലി വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ വേണമെങ്കിൽ അവൻ ചെയ്യട്ടെ. അതല്ല, ഈ 31 പേരെയും നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടീമിലേക്ക് പാസ് ചെയ്താൽ എല്ലാവരും ദിവസം കോൺടാക്ട് ചെയ്യുന്ന ആളാവില്ല ഇല്ലേ. ഇത് കൂടാതെ പിന്നെയും നമ്മുടെ കൂടെ വരുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സിനൊക്കെ പരമാവധി സമയങ്ങളിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അത് കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും എന്താ അതിനെ ജസ്റ്റ് ഒന്ന് കണ്ടു എന്നുള്ളതിനൊരു തമ്പടിക്കാൻ പോലും ആളുകൾ തയ്യാറാവുന്നില്ല. ഇത് കണ്ടു ഇല്ലെന്ന് എങ്ങനെ അറിയാം നമുക്ക് അല്ലേ. കണ്ടോന്നില്ല അറിയാനുള്ള വഴികളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയണത്. എന്നാലും ഈ രീതിയിലേക്ക് നമ്മൾ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ശൈലിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യം തന്നെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണം നമ്മൾ. എന്നാലേ നമുക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരുള്ളൂ. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഒരു ലീഡർ ഒരു മെസ്സേജ് ചില ആള് നോക്കുന്നേ ഇല്ല. ചില ആളത് കണ്ടിട്ട് അങ്ങോട്ട് പോകും. ഒരു ഭാവം ഒരു വികാരമേ ഇല്ല. ചില ആളുകൾ അതിനെ ഒരു ലൈക്ക് അടിക്കും അല്ലേ. ജസ്റ്റ് ഇതെല്ലാം നമ്മൾ സ്വയം മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ സ്വയം മാറാൻ തയ്യാറാകണം. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ. എല്ലാവരും കേവന്മാരാണ് അല്ലേ. എന്റെ കുറ്റം പിന്നെ ഭയങ്കര കുറ്റമാണ്. എനിക്കില്ലാത്ത കുറ്റമൊന്നുമില്ല, അതുകൊണ്ടേ എനിക്കത് പ്രശ്നമല്ല. നമ്മൾ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരല് നമ്മുടെ വിരല് നേരെയാണ് വരുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ. അതുകൊണ്ട് സ്വയം ഒന്ന് വിശുദ്ധനാകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഉണരുക. നമ്മുടെ കൂടെ വന്ന ആളുകളെ കോൺഫിഡൻസ് കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അപ്പോ അതിലൂടെയാണ് നല്ലൊരു ടീം ബിൽഡ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ വന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. എന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം വരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരന് വേറെ എന്ത് മാർഗമുണ്ട് ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ഒരു മാർഗവും ഇല്ല സുഹൃത്തുക്കളെ. വേറൊരു ഓപ്പർച്യൂണിറ്റി നിലവിലില്ല നമ്മുടെ രാജ്യത്ത്. നമ്മളെ പോലുള്ള സാധാരണക്കാരന് ഇത്രയും ലീഗലായിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന വേറെ മാർഗമില്ല. വീട്ടമ്മമാർക്ക് അവരുടെ വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കുറച്ച് സമയം പോയിട്ട് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് തൊഴിലുണ്ട് ഇവിടെ? എന്ത് തൊഴിലുണ്ട്? പ്രായമുള്ള 40, 50, 60 വയസ്സായ ആളുകൾക്ക് എന്ത് വരുമാനം എവിടെ നിന്ന് കിട്ടും? എന്ത് സോഴ്സ് ഉണ്ട് ഇവിടെ? ഒന്നുമില്ല. ഒറ്റ സോഴ്സേ ഉള്ളൂ. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി.
അപ്പൊ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആളുകളെ ഫീൽഡിലേക്ക് ഇറങ്ങി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പോവാ. അവരിലേക്ക് വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വിതറാൻ വേണ്ടി സാധിക്കണം. വലിയ വലിയ സ്വപ്നങ്ങൾ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നടക്കാത്ത സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അവർക്ക് മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നടക്കൂല എന്ന് അവർ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കണം. എല്ലാം നടക്കുന്നു. അപ്പോഴാണ് അവർ വരുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ 24 hours ആയിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്ന ആളാണ്. എനിക്ക് വേറെ പ്രോഗ്രാമിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു ആത്മവിശ്വാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ലീഡർക്ക് സാധിക്കണം. ലീഡർക്ക് കോൺഫിഡൻസ് ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ സാധിക്കുക? അല്ലേ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മളെ ബോഡി ലാംഗ്വേജിലും നമ്മളെ ഭാഷയിലും നമ്മളെ നോട്ടത്തിലും നമ്മളെ ഭാവത്തിലും ഒക്കെ അറിയാൻ പറ്റും നിങ്ങളുടെ കോൺഫിഡൻസ് എത്ര മാത്രമുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് നമ്മളൊരു സ്വയം കോൺഫിഡൻസ് ഉള്ളവരായിട്ട് മാറണം. എന്നിട്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? ഉണരും. അതാണ് ഇവിടെ മിനീഷ് സാർ പറഞ്ഞ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നല്ലൊരു ക്ലാസ് ഇവിടെ എന്തായാലും കേട്ടു. അത് നമ്മളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ആ ലീഡേഴ്സിനെ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ട്രെയിനിങ് എന്ന് പറയുന്നത് മസ്റ്റാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ട്രെയിനിങ് കിട്ടിയാലുള്ള രീതിയും ട്രെയിനിങ് ഇല്ലാത്ത രീതിയും രണ്ടും വ്യത്യസ്തമായിരിക്കും. അല്ലെ? ഇപ്പൊ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുക. കണ്ണൂർ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇവിടെ മൈൻഡ് ഓപ്പണിംഗ് പ്രോഗ്രാമാണത്. വേറെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്ന ഒരു രീതിയാണത്. അല്ലാണ്ട് സാധാരണയുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ട്രെയിനിങ് അല്ല. അത് അടിപൊളി ട്രെയിനിങ് ആണ്. അത് നമ്മൾ മറ്റു മേഖലകളിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ അടുത്ത മാസം അവിടെ 2 day ട്രെയിനിങ് വേറെ നടക്കുന്നുണ്ട്. നമ്മൾ എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യും. അപ്പോൾ വേറൊരു ലെവലിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി തയ്യാറായാൽ മതി. ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുക എന്നുള്ളതാണ് ഇതിനകത്തേക്കുള്ളത്. ചെറിയ വിട്ടുവീഴ്ച ഉണ്ടാക്കണം, ക്ഷമയുണ്ടാക്കണം, സ്നേഹം ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാകണം, ആദരവ് ഉണ്ടാവണം. ആളുകളോട് അവരെ അംഗീകരിക്കണം. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടതുപോലെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ലീഡേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. വലിയ സ്വപ്നങ്ങളിലെ ലീഡേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇത്രയും എനിക്ക് ഇന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇന്ന് തൃശ്ശൂർ BOP ആണ്. ആ പ്രോഗ്രാം സെന്ററിലേക്ക് എല്ലാവരും പരമാവധി ആളുകൾ എത്തണം. ഞാൻ ഇവിടുന്ന് ഇത് കഴിഞ്ഞ ഉടനെ പുറപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ അപ്ഡേഷൻസിൽ പ്രധാനമായിട്ടും മിനീഷ് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പേയ്മെന്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്. അത് നമ്മളെ ഡാഷ്ബോർഡ് തുറക്കുമ്പോൾ അവിടെ 3 വര കാണാം ലെഫ്റ്റ് സൈഡിൽ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ KYC അപ്രൂവ്ഡിന്റെ ഡീറ്റെയിൽസ് കാണുമല്ലോ. നമ്മുടെ പേര്, എത്രാം തീയതിയാണ് ID അടിച്ചത്, എപ്പോഴാണ് ആക്ടിവേഷൻ ആക്കി, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈറ്റ് വര കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ KYC അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു ഇത് വരും. അവിടെ അതിന്റെ ഡാറ്റാസ് എല്ലാം എവിടെയാണ് വരുന്നത്? ഡാഷ്ബോർഡിൽ 1, 2, 3 എന്നുള്ള ഡാറ്റാസ് വരുന്നത്. ഇത് തൊട്ട് മോഡലായിട്ട് നെക്സ്റ്റ് പേ ഔട്ട് ഡേറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേ ഔട്ട് എപ്പോഴാണ്? 16/9. എപ്പോഴാണ് 16/9 എന്ന് പറഞ്ഞാൽ ഇന്നാണ് പേ ഔട്ട് കേട്ടാ. ഇന്ന് പേ ഔട്ട് കിട്ടണമെങ്കിൽ ഇന്നലെ 5 മണിക്ക് ആക്ടിവേഷൻ, ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ആക്ടിവേറ്റ് ചെയ്തവരെ പേ ഔട്ട് ഇന്ന് വരും. ഇന്നലെ വൈകിട്ട് 5 മണിക്കുള്ളതാണ് വരുന്നത്. ഇനി ഇന്ന് മുതൽ തുടങ്ങുകയാണ് വീണ്ടും. അല്ലെ? ഇന്ന് രാവിലെ 6 മണിക്ക്, ഇന്ന് രാവിലെ ബിസിനസ് ചെയ്ത ആളുകൾക്ക് ഇന്ന് 16-ാം തീയതിയാണ്. 16, 17, 18. ഇനി അടുത്ത പേ ഔട്ട് എപ്പോഴായിരിക്കും അറിയോ? 19-ാം തീയതി ആയിരിക്കും. 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം. ഇപ്പൊ 16, 17, 18. 18-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വരെ വെക്കുന്ന ID-യുടെ ആക്ടിവേഷന്റെ പേ ഔട്ടാണ് 19-ാം തീയതി വരുന്നത്. വൈകിട്ട് 5 മണിക്കാണ് എല്ലാം കട്ട് ഓഫ് വരും കേട്ടോ. വൈകിട്ട് 5 മണിക്കാണ്. ഇപ്പൊ 16, 17, 18. 18-ാം തീയതി പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച 5 മണിക്ക് മുമ്പേ, അതായത് ഇന്നിപ്പോ തുടങ്ങുക, ഇന്നും നാളെ മറ്റന്ന്, വ്യാഴാഴ്ച 5 മണിക്ക് മുമ്പേ ആക്ടിവേഷൻ ചെയ്യുന്ന ID-യുടെ പേയ്മെന്റ് എല്ലാം 19-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഈ ആഴ്ച 3 പേയ്മെന്റാ. ഇന്നലെ ഉണ്ടായിരുന്നു അല്ലെ? ഇന്നുണ്ട്, വ്യാഴാഴ്ചയുണ്ട്. അപ്പൊ ഈ 3 കട്ട് ഓഫിലും കൃത്യമായിട്ട് പേയ്മെന്റ് വാങ്ങുന്ന ഒരു ടീമുണ്ട് എന്റെ കൂട്ടത്തിൽ. എല്ലാ കട്ട് ഓഫിലും അവർക്ക് പേയ്മെന്റ് ഉണ്ടാകും കേട്ടോ. അവർക്ക് ഇന്നലെ പേയ്മെന്റ് ഉണ്ട്, ഇന്ന് പേയ്മെന്റ് ഉണ്ട്, അടുത്ത വെള്ളിയാഴ്ചയും പേയ്മെന്റ് ഉണ്ട്. അടിപൊളിയായിട്ട് പോകുന്ന ഒരു ടീമാണ്. ആ ടീമിനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് അനൗൺസ് ചെയ്യുന്നില്ല, കുറച്ചും കൂടെ കഴിയട്ടെ. അവര് വേറെ ലെവലിലേക്കാണ് ബിസിനസ് കൊണ്ടുപോകുന്നത്. എല്ലാ കട്ട് ഓഫിലും അവർക്ക് പേയ്മെന്റ് ഉണ്ടാവും. ദിവസം അവർ എൻട്രി വെക്കുന്നുണ്ട് എന്നാണ് അർത്ഥം, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ? ഇന്നലെയൊക്കെ നല്ല എൻട്രി അവർ വെച്ചിട്ടുണ്ട്, നല്ല വൈകുന്നേരത്തെ കട്ട് ഓഫ്.
അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഓരോ പേയ്മെന്റ്സ് കിട്ടുമ്പോഴും കമ്പനി ആ തരുമ്പോഴും നമുക്ക് അതിനകത്ത് പേയ്മെന്റ് ഉണ്ടാകണം. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ. പിന്നെ റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ LRP പോയിന്റ്സ് എല്ലാവരുടെയും ഇപ്പൊ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും LRP തന്നിട്ടുണ്ട്. ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒന്നും റീപർച്ചേസ് തരാത്ത ആളുകൾക്ക് പോലും എല്ലാവരുടെയും LRP ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ ക്യാരി ഫോർവേഡ് എവിടെയാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ ഏറ്റവും താഴെ ഒരു ഗ്രീൻ ലൈൻ ഉണ്ടല്ലോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡിൽ ഏറ്റവും താഴെ ഗ്രീൻ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെയാണ് നമ്മുടെ LRP കാണിക്കുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ മാസം നമ്മളത് റീപർച്ചേസ് നടത്തുന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് 0 ആവും. കേട്ടില്ലേ? ഈ 3 മാസം നിങ്ങൾക്ക് ഒരു ഇളവ് തന്നെയാണ്. അതുകൊണ്ട് ഈ മാസം റീപർച്ചേസ് നടത്തില്ലെങ്കിൽ അതെല്ലാം 0. അതുകൊണ്ട് എല്ലാവരും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് റീപർച്ചേസ് നടത്തുക. ഒരു 1600 രൂപയുടെ അൾട്രാബെറി വാങ്ങിയാൽ മതി. എന്തെങ്കിലും റീപർച്ചേസ് നടത്താൻ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഏത് ദിവസവും ലോഞ്ച് ചെയ്യാം. ഗ്രോസറി പ്രൊഡക്റ്റുകൾ വരികയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഏത് സമയത്തും ലോഞ്ചിങ് പ്രതീക്ഷിക്കാം. ടെക്സ്റ്റൈൽ ഐറ്റംസ് വരികയാണ്, ഏത് സമയത്തും ലോഞ്ചിങ് പ്രതീക്ഷിക്കാം. ലേഡീസിന്റെ പാഡ് വരികയാണ്, ഏത് സമയത്തും ലോഞ്ചിങ് പ്രതീക്ഷിക്കാം. ഇങ്ങനെ വലിയൊരു മാറ്റത്തിലേക്കാണ് വയട്ടോറിയം പോകുന്നത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ആവശ്യത്തോടെ ഇത് ഏറ്റെടുക്കുക. റീപർച്ചേസ് ചെയ്യാത്തവരെല്ലാം റീപർച്ചേസ് ചെയ്തോളണം. റീപർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ റീപർച്ചേസിന്റെ ക്യാരി ഫോർവേഡ് നഷ്ടപ്പെടും. കേട്ടില്ലേ? റീപർച്ചേസിന്റെ ആണ്, അല്ലാണ്ട് നമ്മുടെ മദർ പ്ലാനിലെ അല്ല പറഞ്ഞത്. ഞാൻ അതും കുറിച്ച് വിളിക്കാൻ നിൽക്കണ്ട. മദർ പ്ലാനിലെ ക്യാരി ഫോർവേഡ് അവിടെ തന്നെ ഉണ്ടാവും. ഫാമിലി ബോണസും അവയർനെസ് ബോണസൊക്കെ അവിടെ കിട്ടിക്കോളും കേട്ടോ. റീപർച്ചേസ് നമ്മൾ ഒരു കൃത്യം ഡേറ്റിന് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഡേറ്റ് നോക്കുക, ഡാഷ്ബോർഡിലിട്ട് കാണിക്കുന്നുണ്ട്. ID തുറക്കുമ്പോൾ തന്നെ മോളിൽ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ നെക്സ്റ്റ് റീപർച്ചേസ് ഡേറ്റ് ബ്ലിങ്ക് ചെയ്യും മോളിൽ. അതുകൂടാതെ ഡാഷ്ബോർഡിൽ താഴെ എഴുതിയും കാണിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. റീപർച്ചേസിലൂടെയാണ് നമുക്ക് വലിയൊരു ഹ്യൂജ് ഇൻകം കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇന്ന് മാത്രം എനിക്ക് റീപർച്ചേസിലൂടെ രാവിലെ വന്ന വരുമാനം 5000 രൂപയാണ്. മനസ്സിലായ? എല്ലാവർക്കും ദേഷ്യം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ മുഖമൊക്കെ ഇങ്ങനെ വാടി നിൽക്കുക. ഇത്രയും ചിരിച്ച ആൾക്കൊക്കെ ഇപ്പൊ ദേഷ്യഭാവം. അപ്പോ ഇതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായ? ഇന്ന് രാവിലെ വന്നു ഇപ്പൊ 5000 രൂപ കാണിക്കുന്നുണ്ട് റീപർച്ചേസിംഗ്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും മാറാൻ വേണ്ടി സാധിക്കും. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സ്നേഹവും ആദരവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മിനീഷ് സാർ, അദ്ദേഹത്തിന് ടീമും ഒന്നും ബാധകമല്ല. എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം പ്രോഗ്രാം ചെയ്യുന്നത്. നല്ല നല്ല പ്രോഗ്രാംസ് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേര് ഇന്ന് പങ്കെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം പ്ലീസ്. ഇത് 500 പേർക്ക് പങ്കെടുക്കാൻ വരുന്ന ഒരു സൂമാണ്. ഇത് ഞാൻ അങ്ങനെയാണെങ്കിൽ വെട്ടി ചുരുക്കിയിട്ട് ഞാൻ 100-ലേക്ക് ആക്കാൻ വേണ്ടി പോകും. ആളുകൾ വരുന്നില്ല, പിന്നെ ആവശ്യമില്ല ഇതിന്റെ. നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 500 പേരുടെ സൂം എടുത്തത്. ഇത് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 1000 പേര് ഉടനെ എടുക്കേണ്ടി വരുന്ന വിചാരിച്ചത്. പക്ഷെ പലരും ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് വളരണമെങ്കിൽ നമ്മൾ വന്ന് കേട്ടത് കണ്ടു കാര്യമില്ല. നമ്മുടെ ജീനിയസിലും ബിന്നേഴ്സിലുള്ള എത്ര പേര് ഈ പ്രോഗ്രാമിലുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്കിത് അറിയാൻ പറ്റും. പല ലീഡേഴ്സിന് ഇതെല്ലാം അറിയാം. അതേപോലെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ലീഡേഴ്സിനകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടത് നിങ്ങളുടെ ജീനിയസിലും ബിന്നറിലുള്ള എത്ര ആളുകൾ ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങൾ കണക്കെടുക്കണം എല്ലാവരും. ഞാൻ ദിവസവും പറയുന്നുണ്ട്, എന്തുകൊണ്ട് കയറിയില്ല. അവരെ വിളിച്ച് വഴക്ക് പറയാനല്ല വേണ്ട, അവരോട് സ്നേഹത്തോടെ പറയണം. എന്താ നീ കണ്ടില്ലല്ലോ ഇന്ന് പ്രോഗ്രാമിൽ, നാളെ മുതൽ കയറണം കേട്ടോ. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ 6 മണിയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടീമിലുള്ള അസോസിയേഷനെ വിളിക്കണം. ഡെയിലി 6 മണിക്ക് വിളിക്കണം. 6:05 പ്രോഗ്രാം. എന്താ കയറുന്നില്ലോ, പ്രോഗ്രാം കയറിയില്ലോ എന്ന് വിളിക്കണം. നാളെ മുതൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ശല്യമായി മാറുന്നുണ്ട്. അവിടെ ഒന്നുമില്ലെങ്കിൽ ഓണാക്കി വെച്ചിട്ടെങ്കിലും പൊക്കോളൂ അവര്. മനസ്സിലായ റസാഖ് സാറേ? അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒന്നാ എല്ലാവരും ഭാസ്കരമാട്ടെ രാവിലെ വിളിക്കണം. ഒരു 6 മണിയാകുമ്പോൾ നിങ്ങളെ ഹോളായിരിക്കണം അവർക്ക് പോകേണ്ടത്. ആദ്യം തന്നെ എന്താ കാണുന്നില്ലോ, സൂമിൽ കാണുന്നില്ലോ, ഒന്നും പറയണ്ട. കയറിയിട്ടുണ്ടോന്ന് ചിലപ്പോൾ കയറി ഒന്നും നോക്കണ്ട. നിങ്ങള് സൂമ് കാണുന്നില്ലോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കയറിയല്ലോ എന്ന് ഇപ്പൊ ഇങ്ങോട്ട് പറയപ്പോ അതെയാ കണ്ടില്ലോ എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ നാളെ മുതൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നാളെ നമുക്ക് ഒരു 100-300 ആളെ മിനിമം എത്തിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത് ചിലപ്പോ ഫോഴ്സ് ചെയ്യേണ്ടി വരും, തള്ളേണ്ടി വരും. ഒരു ആദ്യം അങ്ങനെയൊക്കെയാണത് അല്ലേ? ഒന്ന് തള്ളിക്കൊണ്ടുവരേണ്ടി വരും തുടക്കത്തിൽ. ഇത്രേ പറയാനുള്ളൂ. എന്തായാലും നമ്മുടെ വലിയ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന വേൾഡിലെ നമ്പർ 1 കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാൻ വേണ്ടിയിട്ട് കമ്പനിയും ഞാനും നമ്മുടെ ടീമും നമ്മുടെ ലീഡേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാ പ്രോഗ്രാം സെന്ററുകളും സജീവമാക്കുക. ഇന്ന് തൃശ്ശൂർ BOP ആണ്. പരമാവധി ആളുകൾ ആ പ്രദേശത്തിൽ എത്തിക്കുക. നാളെ കോട്ടയം NDOP ആണ്. എങ്ങനെ ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ കോട്ടയത്ത് നടക്കുന്നത്. വ്യാഴാഴ്ച കോഴിക്കോട് NDOP ആണ്. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും നമ്മൾ പ്രോഗ്രാം ഒന്നും കൂടി സജീവമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രെയിനിങ് സെഷനുകൾ ഓരോ സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട്.
ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ BOPs അവരവരുടെ ടീം ലീഡേഴ്സ് നടത്തുന്നുണ്ട്. ഹോം മീറ്റിങ്ങുകൾ ശക്തമായിട്ട് നടത്തണം. പലരുടെയും ഹോം മീറ്റിങ്ങിന്റെ ഫോട്ടോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഓണം കഴിഞ്ഞതിനോടുകൂടി എല്ലാവരും ക്ഷീണത്തിലായി എന്ന് തോന്നുന്നത്. ഇനി ഓണമൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും സജീവമായിട്ട് ഇറങ്ങണം. ഹോം മീറ്റിങ്ങുകളാണ് ഏറ്റവും പ്രധാനം. ഹോം മീറ്റിങ്ങുകൾ അതിശക്തമായിട്ട് നടത്തുക. എല്ലാവരും അവരവരുടെ ടീമിൽ പിക്കുകൾ കാണണം, ഹോം മീറ്റിങ്ങിന്റെ പിക്കുകൾ. ഇതിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എന്ത് ലക്ഷ്യമായിട്ടാണോ വന്നത്, ചിരിക്കുന്ന മുഖത്തിന്റെ പുറകിലും എപ്പോഴും എനിക്കറിയാം ഒരു ദുഃഖമുണ്ട്, വലിയ വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, പലർക്കും പല പ്രയാസങ്ങളുണ്ടാവും. അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ കാണാനും സംസാരിക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിനുള്ള ഊർജ്ജവും ശക്തിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകൾ നടത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജിബേട്ടോ.